ഹൈ ഓൾ, ഐ+ന്റെ ഫിറ്റർ MCQ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏഴാമത്തെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട MCQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം അടുത്ത ആഴ്ചയാണ് പരീക്ഷ, ഇനി അധിക ദിവസങ്ങളില്ല. നാളെയും മറ്റന്നാളിലുമായിട്ട് ബാക്കിയുള്ള മൊഡ്യൂളുകളുടെ ഡിസ്കഷനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സൂര്യ സാറിനെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിച്ചോളൂ. സൂര്യ സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു നിതിൻ സാർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് MCQ ഡിസ്കഷൻ സീരീസ് ആണ്. സോ മൊഡ്യൂൾ 7 ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്, ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. മൊഡ്യൂൾ 7 എന്ന് പറയുന്ന പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് ഫോർജിങ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് അല്ലെ. ഫോർജിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. വളരെ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. സോ ദ ടേം ഫോർജിങ് റെഫേഴ്സ് ടു, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ ടേം ഫോർജിങ് റെഫേഴ്സ് ടു, ഫോർജിങ് എന്ന് പറയുന്ന ടേമിന് എന്താണ് റെഫർ ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, സ്ട്രെസ് ഡിഫോർമേഷൻ. ഓപ്ഷൻ സി ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. ഓപ്ഷൻ ഡി സ്ട്രെയിൻ റിലീവിങ്. ഇതിനകത്ത് ഏതായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക? സോ ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പൊ നമുക്ക് പറയാം ഫോർജിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലേക്ക് എത്തേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു മെറ്റീരിയൽ ഫോർജിങ് എന്ന് പറയുന്നത് ഹോട്ട് ഫോർജിങ് ആവാം, കോൾഡ് ഫോർജിങ് ആവാം. അപ്പോൾ അത് മെറ്റൽ ചൂടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ അതിനെ മറ്റൊരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ ചൂടാക്കുന്നതിന് വരെ നമുക്ക് നോർമലി നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ച് തന്നെ നമ്മൾ ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ അഡീഷണൽ സ്ട്രെസ്സസ് കൊടുത്തുകൊണ്ട് അല്ലെ. ഇത്തരത്തിൽ കോൾഡ് ഫോർജിങ് എന്നാണ് പറയാം. അപ്പോൾ ചൂടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ഹോട്ട് ഫോർജിങ് എന്നും, അതല്ല നമ്മൾ റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചൂടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഫോർജിങ്, ചൂടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോൾഡ് ഫോർജിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ എന്താണ്, അതിലൂടെ നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നതിന് ഫലമായിട്ട് നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറുകയാണ് അല്ലെ. സോ അതിനുശേഷം നമ്മൾ ആ ഒരു ഫോഴ്സ് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ അല്ല എന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം അതൊരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറി. സോ അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഫോർജിങ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. സോ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഫോർജിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മെറ്റാലിക് പാർട്ട് ഈസ് ഡിഫോംഡ് ടു എ ഫൈനൽ ഷേപ്പ്. അതായത് ഒരു ഫൈനൽ ഷേപ്പിലേക്ക് ഡിഫോം ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെ. ഒരു മെറ്റാലിക് പാർട്ട്, സാധാരണഗതിയിൽ നമ്മൾ മെറ്റാലിക് പാർട്ടുകളാണ് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ കൊടുത്തുകൊണ്ട് അല്ലെ, പ്രഷർ കൊടുത്തു. അപ്പൊ നാളെ സാധാരണഗതിയിൽ സ്മിത്തിയിൽ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക, നമുക്കറിയാം അവിടെ ഇത്തരത്തിലുള്ള ഹാമേഴ്സിന്റെ സഹായത്തോടെ, ഫോർ എക്സാമ്പിൾ സ്ലെഡ്ജ് ഹാമേഴ്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ബോൾ പിൻ ഹാമേഴ്സിന്റെ സഹായത്തോടു കൂടി, അപ്പോൾ അത്തരത്തിലുള്ള ഹാമേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രഷർ കൊടുത്തുകൊണ്ട് ഡിഫറെന്റ് ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാകും. സ്മിത്തിയിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫോർജിങ് നമുക്ക് അവൈലബിൾ, ഫോർ എക്സാമ്പിൾ റോൾ ഫോർജിങ് എന്ന് പറയും. റോൾ ഫോർജിങ് അപ്പോൾ നമ്മുടെ എന്താണ് റോളിംഗ്, റോളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, റോളിംഗ് മില്ലുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഡിഫറെന്റ് ഇപ്പോൾ സ്ക്വയർ ട്യൂബുകൾ, നമ്മളുടെ സിലിണ്ടറിക്കൽ റോഡുകളൊക്കെ സാധാരണഗതിയിൽ എന്താണ് ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുന്നത് അത്തരത്തിലുള്ള റോളിംഗ് പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ റോളിംഗ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അതിൽ എന്താണ് ഇത്തരത്തിലുള്ള ഡിഫോർമേഷൻസ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ഫോർജിങ് അല്ലെങ്കിൽ അവിടെ ഒരു മെറ്റാലിക് ഡിഫോർമേഷൻ ആണ് സംഭവിക്കുന്നുണ്ടാവും അല്ലെ, മെറ്റൽ ഡിഫോർമേഷൻ ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് വിത്തൗട്ട് അല്ലെ, നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടും ചെയ്യാറുണ്ട്, ഹീറ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോസസ് ആണ് ഫോർജിങ് എന്ന് പറയുന്നത്. സോ ഫോർജിങ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് സ്ട്രെസ്സസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കംപ്രസീവ് സ്ട്രെസ്സസ്. അവിടെ കൊടുക്കുന്നത് കംപ്രസീവ് സ്ട്രെസ് വിച്ച് എക്സീഡ് എന്താണ് ദ ഫ്ലോ സ്ട്രെസ് ഓഫ് ദ മെറ്റൽ. ഇത്തരത്തിൽ അവിടെ നമ്മളൊരു കംപ്രസീവ് സ്ട്രെസ് കൊടുത്തുകൊണ്ട് നമ്മൾ റിക്വയർഡ് ഷേപ്പിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ദിസ് സ്ട്രെസ് ഈസ് അപ്ലൈഡ് എയ്തർ ക്വിക്ലി ഓർ സ്ലോലി അല്ലെ. ഇത്തരത്തിൽ എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് സഡൻ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, വളരെ സ്ലോലായിട്ട് അല്ലെ, വളരെ സ്ലോലി, വളരെ പതിയെ നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സ്ക്യൂസിങ് എന്ന് പറയുന്ന പ്രോസസ് അത് വളരെ സ്ലോലിയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ക്വിക്ലി ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹാമേഴ്സ് അല്ലെ, ഇത്തരത്തിൽ പവർ ഹാമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഹാൻഡ് ഹാമേഴ്സ് ഒക്കെ നമ്മൾ മാനുവൽ ആയിട്ടുള്ള കൊടുക്കുന്ന ഹാമേഴ്സ് ആയിരിക്കും, പവർ ഹാമേഴ്സ് ആയിരിക്കും, അതൊക്കെ നമ്മൾക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നുണ്ടാവും, സഡൻ ഇമ്പാക്ട് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മറ്റ് ഒരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടാകും. സോ അതൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് ഓർത്തിരിക്കാം. അതാണ് നമ്മുടെ ഫോർജിങ് എന്ന് പറയുന്നത്. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ, ഇത്തരത്തിൽ ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ ഫോർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ടു ബി ഡൺ ടു
ഡൺ ഇറ്റ് ഷുഡ് ബി ഹീറ്റഡ് അപ് ടു ഡാഷ് ടെമ്പറേച്ചർ. അതായത് ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ ഫോർജ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ എത്രത്തോളം നമ്മൾ ടെമ്പറേച്ചറിൽ ചൂടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന് നമുക്ക് എന്താണ് അതിന്റെ ഒരു കളർ ഫോർമേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ ഏതൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് എന്താണ്, അത് കളർ വേരിയേഷൻ വരുന്നുണ്ടാകും. ഏത് കളറിലേക്ക് എത്തിക്കണം എന്നാണ് സാധാരണഗതിയിൽ ചോദിക്കാറ്. ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ ഫോർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കളറിലേക്ക് അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലേക്കാണ് നമ്മൾ അത് ഏത് കളർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വെൻ ഇറ്റ്സ് കളർ ബിക്കം ചെറി റെഡ്, ഓപ്ഷൻ ബി വെൻ ഇറ്റ്സ് കളർ ബിക്കം യെല്ലോ, ഓപ്ഷൻ സി വെൻ ഇറ്റ്സ് കളർ ബിക്കം ലൈറ്റ് യെല്ലോ, ഓപ്ഷൻ ഡി വെൻ ഇറ്റ്സ് കളർ ബിക്കംസ് ഗ്രീൻ. ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെല്ലോ അല്ലേ? ഇവിടെ യെല്ലോയും ഉണ്ട്, ലൈറ്റ് യെല്ലോയും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഹൈ കാർബൺ ഫോർജിങ് ആണ്, ഹൈ കാർബൺ സ്റ്റീൽ ആണ് ഫോർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവിടെ ലൈറ്റ് യെല്ലോ ആയിരിക്കും വരുന്നുണ്ടാവുക. ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് യെല്ലോ ആണെന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രീവിയസ് ഇയർ എനിക്കൊന്ന് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഉത്തരം വന്നിട്ടുള്ളത് ലൈറ്റ് യെല്ലോ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ നോക്കി ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ. ദാറ്റ് ഈസ് 550 to 630 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് നോ റെഡ് കളർ വിസിബിൾ എക്സെപ്റ്റ് ഫെയിൻലി ഇൻ ദ ഡാർക്ക്. ഇത്തരത്തിൽ വളരെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഹീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൾ ബ്രൗൺ കളർ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് 550 മുതൽ 630 ഡിഗ്രി സെൽഷ്യസിലേക്ക് സാധാരണഗതിയിൽ. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഓർത്താൽ മതി. 550 മുതൽ 630 വരെ അവിടുത്തെ ഒരു കളർ എന്ന് പറയുന്ന ഡൾ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഹീറ്റ് എന്നറിയപ്പെടുന്നു. ഈ ഡൾ റെഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ അല്ലെ, ഡൾ റെഡ് അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ എന്ന് പറയുമ്പോൾ അവിടെ 680 740 ഡിഗ്രി സെൽഷ്യസ് ഓർത്തിരുന്നാൽ മതി. യൂസ്ഡ് ഫോർ ഈസി വെൽ റേഡിയസ് ബെൻഡ്സ് ഇൻ മൈൽഡ് സ്റ്റീൽ ആൻഡ് ഫോർ ഫോർജിങ് ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ ഫോർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും നമ്മൾ കാണപ്പെടുന്നുണ്ടാവുക. ഏകദേശം 680 740 റേഞ്ച് ആണ് ആ ഒരു ടെമ്പറേച്ചർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, എന്നാൽ അതുപോലെ തന്നെ ബ്രൈറ്റ് റെഡ് അല്പം കൂടി എന്താണ് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് വന്നു. അതപ്പം 850 മുതൽ 900 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ബ്രൈറ്റ് റെഡ് വരുന്നുണ്ടാകും. യൂസ്ഡ് ഫോർ സിമ്പിൾ ഫോർജിങ് ഓപ്പറേഷൻ സച്ചസ് ബെൻഡിങ്, അതുപോലെ തന്നെ ആൻവിൽ വെച്ച് നമ്മൾ ബെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റ് പഞ്ചിങ്, ഹോട്ട് ചിസലിംഗ് അല്ലെ, ഇത്തരത്തിലുള്ള കട്ടിംഗ് ഓപ്പറേഷനുകൾക്കൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രൈറ്റ് റെഡിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാകും. അപ്പൊ ടെമ്പറേച്ചർ അല്പം കൂടി കൂടുതലാണ്, 850 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിരിക്കാം. ഇനി നോക്കി 1100 മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ബ്രൈറ്റ് യെല്ലോ ആയിട്ട് വരുന്നുണ്ടാകും. സോ ദ പ്രിൻസിപ്പൽ ഫോർജിങ് ഓപ്പറേഷൻ ആർ ക്യാരിഡ് ഔട്ട് അറ്റ് ദിസ് ടെമ്പറേച്ചർ. അതായത് പ്രധാനപ്പെട്ട ഫോർജിങ് ഓപ്പറേഷനുകൾക്ക് എന്താണ് ഇത്തരത്തിൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. ഇൻക്ലൂഡിങ് ഡ്രോയിങ് ഡൗൺ, അപ്സെറ്റിംഗ്, അതുപോലെ തന്നെ നമ്മൾ സ്കാർഫിന് അതായത് അവിടെ വരുന്ന എന്താണ് സ്കെയിൽസിനെയൊക്കെ നമ്മൾ എന്താണ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പഞ്ചിങ് ഹെവി സെക്ഷൻസ്. ഹൈ സ്പീഡ് സ്റ്റീൽ ഈസ് ഫോർജ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ബട്ട് ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ, നമ്മളുടെ ആ ഒരു ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ മസ്റ്റ് കെപ്റ്റ് ലോവർ അല്ലെ, ഇത്തരത്തിൽ അതിനെക്കാട്ടി കുറച്ചുകൂടി താഴ്ന്ന് വേണം നമ്മൾ ആ ഒരു ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് ഹൈ കാർബൺ സ്റ്റീലിനെ ഫോർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ ഹൈ സ്പീഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ 1100 1200 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹൈ കാർബൺ സ്റ്റീലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി താഴ്ന്ന രീതിയിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ആ ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ആ ഒരു ഫോർജിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 850-900 ഡിഗ്രി സെൽഷ്യസ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഹോട്ട് ചിസലിംഗ് അല്ലെ, പഞ്ചിങ്, കട്ടിംഗ് ഓപ്പറേഷനാണ്, കട്ടിംഗ് ആൻഡ് ബെൻഡിങ് ഓപ്പറേഷനുകൾക്കാണ് പൊതുവേ നമ്മൾ ആ ഒരു ബ്രൈറ്റ് റെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ പറയുക, അപ്പോൾ വെൻ ഇറ്റ്സ് കളർ ബിക്കം ലൈറ്റ് യെല്ലോ എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഹൈ കാർബൺ സ്റ്റീൽ forging is to be done, it should be heated up to a temperature like that is become light yellow അല്ലെ, ആ ഒരു കളർ ഒരു ലൈറ്റ് യെല്ലോ ആവുന്നിടം വരെ നമ്മൾ അത്യാവശ്യം ചൂടാക്കുക. ഓക്കെ ഫൈൻ. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: the tool is used for forging compressive force application. The tool is used for forging compressive force application. അതായത് ഫോർജിങ്ങിൽ കംപ്രസീവ് ഫോഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഹോട്ട് ചിസൽ, ഓപ്ഷൻ ബി പഞ്ച്, ഓപ്ഷൻ സി റോളർ, ഓപ്ഷൻ ഡി സ്വേജ് ബ്ലോക്ക്. ഇതും ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കി ഇവിടെ സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒരു കംപ്രസീവ് ഫോഴ്സ് പറഞ്ഞോളൂ. ഓപ്ഷൻ സി പറഞ്ഞു റോളർ ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തില് നമുക്കറിയാം ഇത്തരത്തിലുള്ള നമ്മളുടെ 2 റോളറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. 2 റോളറുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ സെന്റർ ആണ് റൊട്ടേറ്റിംഗ് ആണ്.
ഓക്കെ, അപ്പൊ അതിനിടയിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ ബില്ലറ്റ്, ഇതിനെ നമ്മൾ എന്താ പറയാ, ബില്ലറ്റ് എന്ന് പറയാം അല്ലെ, ബില്ലറ്റ്. അപ്പൊ ബില്ലറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാകും, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പറഞ്ഞ രീതിയിൽ വേണ്ടുന്ന രീതിയിൽ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ടാവും. സോ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു കംപ്രസീവ് ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ടാകും. സോ അത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റോൾ ഫോർജിങ് അല്ലെ, റോൾ ഫോർജിങ് നമ്മൾ പറഞ്ഞു, റോൾ ഫോർജിങ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഫോർജിങ്ങിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂള് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എന്താണ്, റോളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. റോൾ ഫോർജിങ് അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് ഹോട്ട് ഫോർജിങ് റോളിംഗ് ഇറ്റ്സ് എ പ്രോസസ് for simultaneously reducing the cross section area and changing the shape of heated bar അല്ലെങ്കിൽ billets or plates by passing them between two driven rolls that rotate in opposite direction. അല്ലെ, ഇത്തരത്തില് രണ്ട് റോളറുകൾ ഉണ്ടാകും, അതിന്റെ സെന്റർ ഒന്നാമത്തെ റോളർ, രണ്ടാമത്തെ റോളർ. അപ്പൊ ഈ രണ്ട് റോളറിന് ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബില്ലറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലേറ്റ്സുകൾ പറയുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആ ഷേപ്പ് അല്ലെ, ക്രോസ് സെക്ഷൻ ഏരിയ കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് ഇവിടെ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ, സ്ട്രെസ് കൊടുക്കാൻ സാധിക്കുന്ന എന്തിന്റെ സഹായത്തോടെ, രണ്ട് റോളറുകളുടെ സഹായത്തോടെ. അപ്പൊ അതിലൂടെ ഇങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് ഓർത്തിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ റോളിംഗ് മില്ലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മില്ലുകൾ, ഇപ്പം 2 ഹൈ അല്ലെങ്കിൽ 4 ഹൈ മില്ലുകളുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള 3 ഹൈ മില്ലുകളുണ്ട്. അപ്പോൾ മില്ലിംഗ് റോളേഴ്സുകളുണ്ട്. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകും. അത്ര ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകണ്ട തൽക്കാലം. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന റോൾ ഫോർജിങ് എന്ന് പറയുന്ന ടേം നമ്മുടെ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അത്തരത്തിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മുടെ ആ ഒരു റോളർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കാം. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ബോൾട്ട് ഹെഡ് ആർ മാനുഫാക്ചർഡ് ബൈ ഓപ്ഷൻ ബി അപ്സെറ്റിംഗ്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി അപ്സെറ്റിംഗ്. ചോദിച്ചിട്ടുള്ള ചോദ്യം, മറ്റൊരു ചോദ്യം, ഇത് നമ്മുടെ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബോൾട്ട് ഹെഡ് നമ്മളുടെ അറിയാം, ഇത്തരത്തിൽ ഹെക്സഗണൽ ഹെഡഡ് ആയിട്ടുള്ള ബോൾട്ടുകളുണ്ട്, സ്ക്വയർ ഹെഡഡ് ആയിട്ടുള്ള ബോൾട്ടുകളുണ്ട്. ആ ബോൾട്ടിന്റെ ഒക്കെ ഹെഡ് പോർഷൻ അല്ലെ, ഇത്തരത്തിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരു ബോൾട്ട് കാണാൻ സാധിക്കും അല്ലെ, ബോൾട്ട്. അപ്പൊ ഈ ബോൾട്ടിന്റെ ഒക്കെ എന്താണ് ഹെഡ് പോർഷൻ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുന്നത് ഏത് പ്രോസസ്സാണ്, അപ്സെറ്റിംഗ് പ്രോസസ് ആണ് അല്ലെ. ഇത്തരത്തിൽ ലെങ്ത് കുറച്ചുകൊണ്ട്, ലീനിയർ ആയിട്ട് ലെങ്ത് കുറച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ആ ഒരു ഷേപ്പ് അല്ലെ, ഇത്തരത്തിൽ നമുക്ക് വിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അവസാനമായിട്ട് എൻഡ് പ്രോഡക്റ്റ് എന്താ വരിക, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോൾട്ട് ഹെഡ് കിട്ടുന്നുണ്ടാകും. സോ അപ്സെറ്റ് ഫോർജിങ് ഇൻവോൾവ്സ് ഇൻക്രീസിംഗ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇത്തരത്തിൽ ആ ഒരു ക്രോസ് സെക്ഷൻ, ആ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്ത് കുറയുന്നുണ്ടാവും, അതിന്റെ ലെങ്ത് കുറയുന്നുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ ലെങ്ത് കുറച്ചുകൊണ്ട് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ അപ്സെറ്റിംഗ് പ്രോസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫാസ്റ്റനേഴ്സ്, വാൽവ്, അതുപോലെ തന്നെ നെയിൽസ്, ആണി, അതുപോലെ തന്നെ കപ്ലിങ്സുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ അപ്സെറ്റിംഗ് പ്രോസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, ആ ബോൾട്ടിന്റെ ഒക്കെ ഹെഡ് നമ്മൾ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള അപ്സെറ്റിംഗ് പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. The circular shaped hole is used for bending rods of smaller diameter and as a die for hot punching. നമ്മളുടെ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് നോക്കി, അതായത് നമ്മളുടെ ഒരു ആൻവിൽ കൺസ്ട്രക്ട് ചെയ്യുക, ഇൻ ആൻവിൽ. ഓക്കെ, ആൻവിൽ. അപ്പൊ ആൻവില് ഇത്തരത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാകും, സർക്കുലർ ഹോൾ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിച്ചൽ ഹോൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്, പ്രിച്ചൽ ഹോള്, ഹാർഡേ ഹോള്, അതുപോലെ തന്നെ സെൻട്രൽ ഹോള്, ഹാൻഡ്ലിംഗ് ഹോള്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളുടെ ഉത്തരം എന്ത് തന്നെയാണ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, പ്രിച്ചൽ ഹോളാണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ അതൊരു സർക്കുലാർ ഹോൾ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാ? ബെൻഡിങ് റോഡ്സ് ഓഫ് സ്മോളർ ഡയമീറ്റർ, ചെറിയ ഡയമീറ്റർ ആയിട്ടുള്ള റോഡുകളെയൊക്കെ എന്താണ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹോട്ട് പഞ്ചിങ്ങിന് ഡൈ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ ആ ഒരു പഞ്ച് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെറ്റീരിയൽ ചെറിയ ക്ലിയറൻസ് കൊണ്ടുകൊണ്ട് നമുക്ക് അവിടെ കട്ടിംഗ് ഓപ്പറേഷൻ ആയിട്ടുള്ള പഞ്ചിങ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ, പ്രിച്ചൽ ഹോൾ എന്നാണ് പറയുക. അപ്പൊ ഇതാണ് നമ്മുടെ ആൻവിൽ എന്ന് പറയുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. നമ്മളുടെ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ആൻവിൽ എന്ന് പറയുന്നത്. അപ്പൊ ആൻവിലിനകത്ത് നിരവധി ഹോളുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഇതാണ് നമ്മുടെ ആ ഒരു ഒരു പ്രിച്ചൽ ഹോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർഡേ ഹോൾ ഇത്തരത്തിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഹോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിച്ചൽ ഹോൾ എന്ന് പറയുന്നത് സർക്കുലാർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിട്ടുള്ള ഹോളാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ റോഡ്സ്, അതുപോലെ സ്മോളർ ഡയമീറ്റർ റോഡുകളൊക്കെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹോട്ട് പഞ്ചിങ്ങിലൊക്കെ ഡൈ ആയിട്ട് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഇത്തരത്തിൽ പ്രിച്ചൽ ഹോൾസ് ഒരു ഡൈ ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട് ഫോർ ഹോട്ട് പഞ്ചിങ് എന്നുള്ളത് കൂടി ആ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കാം. സോ ഹാർഡേ ഹോൾ ഈസ് എ സ്ക്വയർ ഷേപ്ഡ്. ഇത്തരത്തിൽ ഹാർഡേ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള
ഒരു ഹോളാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഹോളാണ് നമ്മുടെ ഹാർഡൈ ഹോൾ എന്ന് പറയുന്നത്. ഹാർഡി ഹോൾ അല്ലെങ്കിൽ ഹാർഡൈ ഹോൾ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്ക്വയർ ഷാങ്ക് ഓഫ് സ്വേജ് ഫുള്ളർ എക്സെട്ര. ഇത്തരത്തിൽ ആ ഒരു സ്ക്വയർ ഷാങ്ക് ഉണ്ടാകും. ആ സ്ക്വയർ ഷാങ്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹോൾ യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കുക. ഇവിടെ മറ്റൊരു ഹോളോട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ഹോളോട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്യാരി ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹോൾ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ സ്പേസ് ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ദ ഹോൺ ഇൻ ആൻവിൽ. The space between face and horn is dash in anvil. ഏതാണ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്? ചിപ്പിംഗ് ബ്ലോക്ക്, ഓപ്ഷൻ ബി ഡ്രോപ്പ്, ഓപ്ഷൻ സി ഹീല്, ഓപ്ഷൻ ഡി ടെയിൽ. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ചിപ്പിംഗ് ബ്ലോക്ക്. യെസ്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ചിപ്പിംഗ് ബ്ലോക്ക് ആണ്. അപ്പൊ എല്ലാവരും ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഉത്തരം പറഞ്ഞോളൂ. ദാറ്റ് ഈസ് ചിപ്പിംഗ് ബ്ലോക്ക് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പം ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാർട്ടാണ്, ഹീൽ ഒരു പാർട്ടാണ്, ടെയിൽ ഒരു പാർട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി ആ ഒരു ഫേസും ഹോണും ഇടയിലുള്ള ആ ഒരു സ്പേസ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ആംഗിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട 1-2 പാർട്ടൂടെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി ഈ ഒരു പോർഷൻ അതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് അല്ലെ. ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നമ്മുടെ ഹോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോണിനും ഫേസിനും ഇടയിലുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പൊ ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മളുടെ ടേബിൾ അല്ലെങ്കിൽ ചിപ്പിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നുണ്ടാവും. എന്താണ്? ടേബിൾ അല്ലെങ്കിൽ ചിപ്പിംഗ് ബ്ലോക്ക്. സോ ദ സ്റ്റെപ്പ് ബിറ്റ്വീൻ ദ ഹോൺ ആൻഡ് ദ ഫേസ് യൂസ്ഡ് ഫോർ കട്ടിംഗ്, അവോയ്ഡിങ് ഡാമേജിങ് ദ ഫേസ്. അതായത് ഈ പറയുന്ന കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഈ ഫേസിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫേസ് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു ഫേസിന് ഡാമേജസ് സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മുടെ ആ ഒരു ടേബിൾ അല്ലെങ്കിൽ നമ്മൾ ചിപ്പിംഗ് ബ്ലോക്കിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള കട്ടിംഗ് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഫേസിനും ഹോണിനും ഇടയിലുള്ള ആ ഒരു സ്പേസ് നമുക്ക് എന്താണ്? ഇത്തരത്തിൽ നമുക്ക് ചിപ്പിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു മനസ്സിലാക്കേണ്ട പോയിന്റ്. മറ്റൊരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ടേം കണ്ടു അല്ലെ. ഡ്രോപ്പ് അതുകൊണ്ട് ഓർത്തിരിക്കാം. ഡ്രോപ്പ്, സ്പേസ് ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ടേബിൾ. ഈ പറയുന്ന ഫേസിനും ടേബിളിനും ഇടയിലുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, സോ ഈ ഒരു ഫേസ് ഉണ്ടാവില്ല, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. ദെൻ ബാക്കിയുള്ള എഡ്ജ്, ഇത്തരത്തിലുള്ള എഡ്ജ് ഉണ്ടാകും. ദെൻ ഫേസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ ഫേസ്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫേസിലൂടെയാണ്. ഹാർഡി അല്ലെങ്കിൽ ഹാർഡൈ ഹോൾ നമ്മൾ ഓൾറെഡി കണ്ടു. ദാറ്റ് ഈസ് സ്ക്വയർ ഹോൾ ആണ്. ഇത്തരത്തിലുള്ള ഷാങ്കുകളൊക്കെ, ചിസൽസിന്റെ ഒക്കെ ഷാങ്കുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡൈ അല്ലെങ്കിൽ ഹാർഡി ഹോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രിച്ചൽ ഹോൾ ഓൾറെഡി കണ്ടു. റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നതാണ് പ്രിച്ചൽ ഹോൾ. പഞ്ചിങ് വർക്കുകൾക്ക് ഡൈ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടു. ദെൻ ഹാൻഡ്ലിംഗ് ഹോൾ അല്ലെ. ഇവിടെ നമ്മൾ ഒരു ഹോളോ മറ്റൊരു ഹോളോടെ കണ്ടിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഹാൻഡ്ലിംഗ് ഹോൾ എന്ന് പറയുന്നത്. അത് ഇത്തരത്തിൽ റൗണ്ടോ സ്ക്വയറോ ഹോളായിട്ടൊക്കെ നമ്മൾ സാധാരണ ആ ഒരു എന്താണ് വേസ്റ്റ് അല്ലെങ്കിൽ ആ അടിഭാഗത്തായിട്ട് നമ്മൾ കാണാറുണ്ട് സാധാരണഗതിയിൽ. സോ അതിനെ നമ്മൾ എന്താണ്? ഹാൻഡ്ലിംഗ് ഹോൾ ആണ് എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സ്വേജ് ബ്ലോക്ക്. അപ്പൊ സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്ന ടൂളുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാല്യബിൾ കാസ്റ്റ് അയൺ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. സംശയമൊന്നും വേണ്ട, കറക്റ്റ് ആണ്. മാല്യബിൾ കാസ്റ്റ് അയൺ കറക്റ്റ് ആണ്. അപ്പൊ മാല്യബിൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മൾ സ്വേജ് ബ്ലോക്ക്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ മാല്യബിൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് സ്വേജ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കറക്റ്റ് ആണ്. രണ്ടാമത് നോക്കി, ഇറ്റ് ഹാസ് ബ്ലൈൻഡ് ഹോൾസ് ഫ്രം ദ ടോപ്പ് ഫേസ്. കറക്റ്റ് ആണോ? ഹാസ് ബ്ലൈൻഡ്, അത് തെറ്റാണ്. അപ്പൊ എന്ത് ഹോൾ ആയിരിക്കും വരുന്നുണ്ടാവുക? ത്രൂ ഹോൾ ആയിരിക്കും വരുന്നുണ്ടാവുക. ബ്ലൈൻഡ് ഹോൾ അല്ല, ത്രൂ ഹോൾ ആണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലായി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദാറ്റ് ഈസ് ദ സ്വേജ് ബ്ലോക്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ കാസ്റ്റ് അയൺ ബേസ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്? ഇത്തരത്തിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ കണ്ടു. അതിനകത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി രണ്ടും അല്ലെ, തുടക്കത്തിലുള്ളതും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം 1ഉം 3ഉം കറക്റ്റ്. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ബ്ലൈൻഡ് ഹോൾസുകളല്ല, അവിടെ എന്താണ്? ത്രൂ ഹോൾസുകളായിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഫേസിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ത്രൂ ഹോൾസുകളാണ് ഉണ്ടാവുക. സോ സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാല്യബിൾ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടാവും. കുറെ സ്ലോട്ടുകളും ഹോളുകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, 4 ഫേസസ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മളവിടെ എന്താണ്? ത്രൂ ഹോൾസുകളാണ് ഈ പറയുന്ന ടോപ്പ് ഫേസിൽ നിന്നും ബോട്ടം ഫേസിലൂടെ കടന്നു പോകുന്ന രീതിയിൽ പല ഷേപ്പുകളിൽ നമ്മൾ കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം.
ഓക്കെ. സോ സാധാരണഗതി സ്വേജ് ബ്ലോക്ക് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? ബെൻഡിങ്ങിന്, അല്ലെങ്കിൽ പഞ്ചിങ്ങിന്, ഡ്രിഫ്റ്റിംഗ്, അതുപോലെ തന്നെ ഷേപ്പിംഗ് ഓഫ് മെറ്റൽ ഡ്യൂറിംഗ് ഫോമിംഗ്. സോ അതിനൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്വേജ് ബ്ലോക്ക് സപ്പോർട്ടഡ് ഓൺ കാസ്റ്റ് അയൺ ബേസ്. ഒരു കാസ്റ്റ് അയൺ ബേസിലായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ബ്ലോക്ക് ആൻഡ് അവർ വെയിറ്റ്. അതിൽ വെയിറ്റും സൈസും പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ സ്പെസിഫൈ ചെയ്യുന്നതോടുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സ്വേജ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സ്മിത്ത് ഫ്യൂവൽ? സ്മിത്ത് ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് ഏത് മെറ്റീരിയൽ ആണ്? ബി അല്ലേ? ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി, യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. ദാറ്റ് ഈസ് സ്റ്റീം കോൾ വിത്ത് ലോ സൾഫർ. ഓപ്ഷൻ ബി, സ്റ്റീം കോൾ വിത്ത് ലോ സൾഫർ ആണ്. അപ്പൊ കംപ്രസ്ഡ് കോൾ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റീം കോൾ വിത്ത് ഹൈ സൾഫർ, നൺ ഓഫ് ദി എബോ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഇത്തരത്തിൽ നമ്മൾ ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. സോ അത് ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്റ്റോറിംഗ് ടാങ്കുകളൊക്കെ നമ്മൾ ഇത്തരത്തിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സ്റ്റീം കോൾ വിത്ത് ലോ സൾഫർ ആണ് നമ്മൾ സാധാരണ ബെസ്റ്റ് ഫ്യൂവൽ ഫോർ ഫോർജിങ്. ഇത്തരത്തിൽ ഫോർജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ സ്റ്റീം കോൾ വിത്ത് ലോ സൾഫർ ആണെന്ന് ഓർത്തിരിക്കുക. അതിനെ നമ്മൾ സ്മിത്സ് ഫ്യൂവൽ എന്നറിയപ്പെടുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ടൈപ്പ് ഓഫ് ഹാമർ യൂസ്ഡ് ടു spread metal in one direction at right angles to the line of striking. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബോൾ പീന്, ക്രോസ് പീന്, സ്ട്രെയിറ്റ് അല്ലേ? ഏതാണ്? യെസ്. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ ഹാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഹാമറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു വൺ ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. പക്ഷെ എങ്ങനെയാണ്? റൈറ്റ് ആംഗിൾസ് ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ കോർണറിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള ഹാമറുകളായിരിക്കും. ഏതായിരിക്കും അപ്പം ഉത്തരം വരിക? ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് പീൻ ഹാമർ. സ്ട്രെയിറ്റ് പീൻ ഹാമർ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ശ്രദ്ധിക്കാം, ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട 3 ടൈപ്പുകൾ അക്കോർഡിംഗ് ടു പീൻ ഷേപ്പ് എന്താണ്? ക്രോസ് പീൻ ഉണ്ട്, സ്ട്രെയിറ്റ് പീൻ ഉണ്ട്, ബോൾ പീൻ ഉണ്ട്. അപ്പൊ ക്രോസ് പീൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വൺ ഡയറക്ഷനിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ സ്ട്രെയിറ്റ് പീൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വൺ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോർണേഴ്സ് ആണ് സാധാരണഗതിയിൽ സ്ട്രെയിറ്റ് പീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ബോൾ പീൻ ഹാമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, അത് ജനറൽ പർപ്പസ് ഹാമർ എന്നറിയപ്പെടുന്നു. അതിന്റെ ബോൾ പീൻ ഈസ് യൂസ്ഡ് ഫോർ റിവറ്റിംഗ്. ആ ഒരു റിവറ്റിന്റെ ഹെഡൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ബോൾ പീൻ ഹാമർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബോൾ പീൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽ. ഇത്തരത്തിൽ മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി സമയത്ത് ചിസൽ കൊണ്ട് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ബോൾ പീൻ ഹാമർ ആണ് യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. സോ ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഇതാണ് നമ്മുടെ ക്രോസ് പീൻ. അതായത് നമ്മുടെ ഒരു ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുക ക്രോസ് ആണ് കേട്ടോ. ക്രോസ് പീൻ എന്നറിയപ്പെടുന്നു. സോ ഇതെന്ന് പറയുമ്പോൾ ഹാൻഡിലിന്റെ ആക്സിസിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് അതിന്റെ ഒരു പീൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു പീൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സ്ട്രെയിറ്റ് പീൻ എന്ന് പറയാം. സോ ഇത് സ്ട്രെയിറ്റ് പീന്, ഇത് ക്രോസ് പീന്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഹുഡ് ഇൻ ദ ഫോർജ്? അതായത് ഫോർജില് ഹുഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഹുഡിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് പ്രിവെന്റ് റെയിൻ വാട്ടർ ഫോളിംഗ് ഓൺ ദ ഫയർ. ഓപ്ഷൻ ബി, give the appearance to forge. Option C, let out smoke and dust. Option D, prevent the heat from escaping from the hearth. C. റൈറ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് വായിക്കാൻ ക്ലിയർ ആവുന്നതാണ് അല്ലെ? ഇത്തരത്തിൽ ലെറ്റ് ഔട്ട് സ്മോക്ക് ആൻഡ് ഡസ്റ്റ്, ഇത്തരത്തിൽ സ്മോക്കും ഡസ്റ്റും ഒക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഹുഡ് എന്ന് പറയുന്നത് അല്ലെ? ഇത്തരത്തിൽ ഫോർജിന്റെ ഒരു പാർട്ടാണ് ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോർഷനാണ് നമ്മുടെ ഹുഡ് എന്ന് പറയുന്നത് അല്ലെ? ഇത്തരത്തിൽ ഹുഡ് ഉണ്ടാകും. അപ്പൊ ഇതെന്താണ്? ഇത്തരത്തിൽ വരുന്ന ഡസ്റ്റിനെയും പാർട്ടിക്കിളിനെയൊക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പോർഷനാണ് ഹുഡ് എന്ന് പറയുന്നത്. സോ സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ആർ ലെറ്റ് ഔട്ട് ത്രൂ ദ ഹുഡ് ആൻഡ് ചിമ്മിനി വഴി പുറത്തേക്ക് നമ്മൾ കൊണ്ടുണ്ടാവും. പ്രൊവൈഡ്സ് ഗുഡ് വെന്റിലേഷൻ. ഇത്തരത്തിൽ ഇതൊരു നല്ല വെന്റിലേഷൻ, അതിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. സോ പ്രൊവൈഡ്സ് ഗുഡ് വെന്റിലേഷൻ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ഹോട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ. ഹോട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 370 455 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി 760 925 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി 315 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി 1100 മുതൽ 1260 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ ഉത്തരം എത്രയും വരുന്നുണ്ടാവുക? ഹോട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഓപ്ഷൻ ഡി. യെസ്. അപ്പൊ റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി. 1100 മുതൽ 1260 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ സ്റ്റീലിന്റെ ഒരു ഹോട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ നമ്മൾ സാധാരണ മൈൽഡ് സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? മൈൽഡ് സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക?
1539. ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കേട്ടോ. 1500 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മൈൽഡ് സ്റ്റീലിന്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് വരുന്നുണ്ടാവുക. അപ്പൊ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും? അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും വരിക? 1539. 1539 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. അയണിൻ്റെത് ഇത്തരത്തിൽ എന്താണ് 1539 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണാറുണ്ട് അല്ലെ, 1539 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 1500 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാം. ദെൻ നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ ഫൈൻ. അത് ഹോട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് എത്രയാണ്? 1100 മുതൽ 1260 റേഞ്ച് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ ടെമ്പറേച്ചർ നോക്കിയാൽ ടെമ്പറേച്ചർ ആണെങ്കിൽ കളർ കോഡുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ 1300 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് വൈറ്റ് കളറിൽ കാണപ്പെടുന്നു. 1200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് യെല്ലോയിഷ് വൈറ്റ്. 1100 അത് യെല്ലോയിൽ കാണപ്പെടുന്നു. 1000 ആണെന്നുണ്ടെങ്കിൽ അത് ബ്രൈറ്റ് ചെറി റെഡ്. 800 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഡൽ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ആണ്, ഓർത്തിരുന്നാൽ മതി. 800 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഡൽ ചെറി റെഡിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ 600 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ റെഡ് കളർ. 500 അല്ലെങ്കിൽ ഡൾ ബ്രൗൺ ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ. ഇത്തരത്തിൽ ആ ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ഡൾ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ഹീറ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നു അല്ലെ, ഡാർക്ക് ഹീറ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചും കറസ്പോണ്ടിങ് അതിന്റെ കളറും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ മതി. 1300 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് വൈറ്റിഷ് ആയിട്ടുള്ള രീതിയിൽ വളരെ ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. അത് എന്നാൽ 1200 എന്ന് പറയുമ്പോൾ എന്താണ് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു വൈറ്റ് കാണപ്പെടുന്നു. 1100 റേഞ്ച് യെല്ലോ ആയിട്ട് കാണപ്പെടുന്നു. 1000 ആണെന്നുണ്ടെങ്കിൽ അത് ബ്രൈറ്റ് ചെറി റെഡ് ആയിട്ട് കാണപ്പെടുന്നു. 800 ആണെങ്കിൽ ഡൾ ചെറി റെഡ്. 600 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ റെഡ്. 500 ആണെന്നുണ്ടെങ്കിൽ അത് ഡൾ ബ്രൗൺ ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ടേബിൾ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ അപ്സെറ്റിംഗ്, ഫുള്ളറിംഗ്, ഫ്ലാറ്റനിങ്, പിയേഴ്സിംഗ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? സംശയമൊന്നും വേണ്ട. അപ്പൊ ഈ അപ്സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറെ അധികം ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അപ്സെറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ ഒരു ലെങ്ത് കുറച്ചുകൊണ്ട് നമ്മളിപ്പോ ഈ ഒരു ഹെഡ് നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്, വഴിവെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ആ ഒരു ലെങ്ത് കുറച്ചുകൊണ്ട് അത് കറസ്പോണ്ടിങ് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടുക എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് ഈ അപ്സെറ്റിംഗ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ദ ഓപ്പറേഷൻ അപ്ലൈഡ് ടു ഇൻക്രീസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റോക്ക് ഓവർ ദ ലെങ്ത് എക്സ്റ്റൻഷൻ. ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇത്തരത്തിൽ ലെങ്ത് കുറയുന്നതനുസരിച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ് കൂടുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. So the upsetting force is used in the direction parallel to the along the axis to achieve the length. നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ആക്സിസിന് എന്താണ് along the axis ആയിരിക്കും നമ്മൾ ആ ഒരു എന്താണ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവുക അപ്സെറ്റിങ്ങിനുള്ളത്. സോ ഇത്തരത്തിലുള്ള ബോൾട്ട് ഹെഡ് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ സൈസ് ഓഫ് ദ ഷവൽ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ. ഷവൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സൈസ് ഓഫ് ദ ഷവൽ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ലെങ്ത് ആൻഡ് തിക്നെസ്, width and thickness, length and width, width and thickness. Previous year question ആണ് കേട്ടോ. Previous year question ആണ്. The size of the shovel. പറഞ്ഞോളൂ. ഓപ്ഷൻ സി, ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, അത് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി തന്നെയാണ്. ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആണ് നമ്മുടെ ഷവൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഷവൽ എന്ന് പറയുന്ന ടൂൾ അല്ലെ. നമുക്ക് വേണ്ടുന്ന ഫ്യൂവലിനെയൊക്കെ നമുക്ക് എന്താണ് മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത് ക്യാരി ചെയ്യാനോ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ആണ് നമ്മുടെ ഒരു ഷവൽ എന്ന് പറയുന്നത്. സോ യൂസ്ഡ് ടു സ്കൂപ്പ് കോൾ ആൻഡ് ക്ലീൻ ഹെർത്ത്. നമ്മൾ ആ ഒരു ഹെർത്ത് ക്ലീൻ ചെയ്യാൻ, ഹെർത്ത് അവിടെ എന്താണ് ഇത്തരത്തിൽ കത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു എന്താണ് ചാരം നമുക്ക് എന്താണ് അവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഷവൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോളൊക്കെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടി അല്ലെ, നമുക്കൊന്ന് കളക്ട് ചെയ്യാനും സ്കൂപ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ കോളിനെയൊക്കെ സ്കൂപ്പ് ചെയ്യാനും നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഷവൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ടു പുട്ട് കോൾ ഇൻ ദ ഫോർജ് ആൻഡ് ടേക്ക് ഔട്ട് ആഷസ് ഫ്രം ദ ഫോർജ്. ഇത്തരത്തിൽ കത്തിന് ശേഷമുള്ള ആഷസ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ കോൾ ഉള്ളിലേക്ക് ഫോർജിലേക്ക് ഉള്ളിലേക്ക് ഇടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഷവലാണ്. സോ ഷവൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൂൾ സ്റ്റീൽ ഷീറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ്. സോ ഷവൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൂൾ സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ്. അപ്പോൾ ഒരു ഷീറ്റ് മെറ്റൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഷവൽ എന്ന് പറയുന്നത്. സോ ഷവൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൂൾ സ്റ്റീൽ ഷീറ്റ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് സൈസ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്തും വിഡ്ത്തുമാണ് നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ ആ ഒരു സൈസ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇതാണ് ഷവലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട. ഷവൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോർജിങ്ങിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു ടൂൾ തന്നെയാണ് കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.
ടോൺസ് ആർ മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ഏതായിരിക്കും? മൈൽഡ് സ്റ്റീൽ, ലോ കാർബൺ ലോ കാർബൺ സ്റ്റീൽ സി. ലോ കാർബൺ സ്റ്റീൽ ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ ആണ് നമ്മളുടെ ആ ഒരു ടോൺസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ ഫൈൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. ടോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എന്ത് ഇത്തരത്തിൽ ഗ്രിപ്പ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചൂടായിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഒന്ന് ഗ്രിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ടോൺസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ജോബ് ഇൻ പൊസിഷൻ. കൃത്യമായിട്ട് ആ ഒരു ജോബ് പൊസിഷനിൽ നമുക്ക് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് തിരിക്കാനും, ടേണിംഗ് ഓവർ ഡ്യൂറിങ് ഫോർജിങ് ഓപ്പറേഷൻ, അത് ഫോർജിങ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തിരിക്കാനും മറിക്കാനും ഒക്കെ നമ്മളെ ആ ഒരു മെറ്റീരിയലിനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് സാധിക്കും. ആ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ടോൺസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ടോൺസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ് ഹൊറിസോണ്ടലി. റൗണ്ട് റോഡുകൾ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺസ് ഏതാണ്? റൗണ്ട് ടോൺസ്, ഹോളോ ടോൺസ്, ഫ്ലാറ്റ് ടോൺസ്, സ്ക്വയർ ടോൺസ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, റൈറ്റ് ആൻസർ ആണ്. അത് ഹോളോ ടോൺസ് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കാം, ഇത്തരത്തിൽ ടോൺസുകൾ അല്ലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള റൗണ്ട് ആയിട്ടുള്ള റോഡുകൾക്ക് നമുക്ക് എന്താണ് ഹൊറിസോണ്ടലായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഹോളോ ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ഒരു ഹോളോ ടോൺസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ എന്താണ് ടോൺസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ്സ് വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? റൗണ്ട്. അത് റൗണ്ട് ആയിരിക്കും. അത് റൗണ്ട് ടോൺസ് ആയിരിക്കും കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ഹോളോ ടോൺസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ്സ് ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹോളോ ടോൺസും, അതല്ല വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് ടോൺസും ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. സോ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഹോളോ ടോൺസ് ആണെന്ന് ഓർത്തിരിക്കാം. സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ടോൺസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ്സ് ഹൊറിസോണ്ടലി. ഇത്തരത്തിലുള്ള സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള റോഡുകൾ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഹോളോ ടോൺസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, the cutting edge of cold chisel is made to an angle of dash. The cutting edge of the cold chisel is made to an angle of dash. 30 degree, 45 degree, 60 degree, 15 degree. 60. കോൾഡ് ചിസൽ ആണെങ്കിൽ നമുക്ക് പറയാം ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. 60 ഡിഗ്രി ആണ്. സോ കട്ടിംഗ് എഡ്ജ് ഓഫ് കോൾഡ് ചിസൽ ഈസ് മേഡ് ടു ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ കോൾഡ് ചിസൽ ജനറലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ആൻഡ് ഫിറ്റർ ട്രേഡ് വർക്ക്ഷോപ്പ്. ഇത്തരത്തിൽ ഷീറ്റ് മെറ്റലിലും ഫിറ്റർ ട്രേഡുകളിലാണ് സാധാരണഗതിയിൽ നമ്മൾ കോൾഡ് ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദ കോൾഡ് ചിസൽ കട്ടിംഗ് ഓർ ചിപ്പിംഗ് ഓഫ് മെറ്റൽ ക്യാൻ ബി ഡൺ വിത്ത് ദീസ് മെറ്റൽസ് ആർ ഇൻ കോൾഡ് കണ്ടീഷൻ. അതായത് ചൂടാക്കാണ്ട് തന്നെ, അതായത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ കോൾഡ് ചിസലിന്റെ സഹായത്തോടു കൂടി കട്ടിങ്ങും ചിപ്പിംഗ് ഓപ്പറേഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നുണ്ടാവുക, കട്ടിംഗ് എഡ്ജിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നുണ്ടാവുക 60 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. എന്നാൽ ഹോട്ട് ചിസലായിരുന്നെങ്കിൽ എത്ര വരുന്നേ? 30 ഡിഗ്രി. യെസ്. അപ്പൊ ഹോട്ട് ചിസലായിരുന്നെങ്കിൽ 30 ഡിഗ്രി വന്നേനെ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഹാർഡി ഈസ് എ ഫോം ഓഫ് ടൂൾ, ഹാർഡി ഈസ് എ ഫോം ഓഫ് ടൂൾ യൂസ്ഡ് ഇൻ ഫോർജിംഗ് ഷോപ്പ് വിത്ത് എ ടേപ്പേർഡ് ഹെഡ് ഫിക്സ്ഡ് ഇൻ ടു ദ ഹാർഡി ഹോൾ. ഇത്തരത്തിൽ ഹാർഡി എന്ന് പറയുന്നത് ഏതോ ഒരു ടൈപ്പ് ടൂൾ ആണ്. അത് ഏത് ടൈപ്പ് ടൂൾ എന്നുള്ളതാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർജിംഗ് ഷോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടാകും. വിത്ത് ടേപ്പേർഡ് ഹെഡ് ഫിക്സ്ഡ് ഇൻ ടു ദ ഹാർഡി ഹോൾ. ഇത്തരത്തിൽ ഹാർഡി ഹോളിൽ അതിന്റെ ഹെഡ് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹാർഡി എന്ന് പറയുന്നത്. ആ ഹാർഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ പറയുന്നത് ഒരു ഷേപ്പിംഗ് ടൂൾ എന്നാണ്, ഓപ്ഷൻ ബി കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ സി ബെൻഡിങ് ടൂൾ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി ഫോമിംഗ് ടൂൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഹാർഡി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ടൂൾ ആയിരിക്കും? അതൊരു കട്ടിംഗ് ടൂൾ ആണോ, ഷേപ്പിംഗ് ടൂൾ ആണോ, ബെൻഡിങ് ടൂൾ ആണോ, ഫോമിംഗ് ടൂൾ ആണോ? ശ്രദ്ധിക്കുക, കട്ടിംഗ് അല്ലെ റൈറ്റ് ആൻസർ ആണ്. പഠിക്കാനൊന്നുമില്ല, റൈറ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കട്ടിംഗ് ടൂൾ തന്നെയാണ്. അപ്പൊ കട്ടിംഗ് ടൂൾ തന്നെയാണ് ബേസിക്കലി ഹാർഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ ഹാർഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹാർഡി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് വെച്ചാൽ ഫോം ഓഫ് ചിസൽ, ഒരു ചിസലിന്റെ മറ്റൊരു ഫോമാണ്. ചിസൽസ് ആർ യൂസ്ഡ് ഫോർ ചിപ്പിംഗ് അല്ലെ. നമ്മൾ നേരത്തെ കട്ടിങ്ങും ചിപ്പിങ്ങിനും ഒക്കെയാണ് നമ്മൾ സാധാരണ ചിസൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഹാർഡി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വെച്ചാൽ ഫോം ഓഫ് ചിസൽ ആണ്, യൂസ്ഡ് ഇൻ ഫോർജിംഗ് ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ചിസലാണ് ഹാർഡി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഷാങ്ക് ഉണ്ടാവും. ഈ പറഞ്ഞ ഷാങ്ക് നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്യും? നമ്മൾ ഹാർഡി ഹോളിൽ ഇൻസേർട്ട് ചെയ്യില്ലേ, ഹാർഡി ഹോളിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാകും. ഓക്കെ. അപ്പോൾ ആ ഹാർഡി ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഷാങ്ക് ഇത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ആ ഒരു
സ്ക്വയർ ഷാങ്കുകളൊക്കെ ഉണ്ടാകും. ആ ഷാങ്ക് നമ്മൾ ഹാർഡ് ഡൈ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഇവിടെ നമ്മൾ ബാക്കി എന്താണ് ഒരു ഡൈയോ ഇവിടെ നമ്മൾ വർക്ക് പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാമേഴ്സ് അല്ലെങ്കിൽ ഡൈയുടെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്വയർഡ് കട്ടിംഗ് പ്രോസസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇവിടെ ഫോർജിങ് ഷോപ്പിൽ യൂസ് ചെയ്യുന്നു വിത്ത് ടേപ്പേർഡ് ഹെഡ് ഫിക്സ്ഡ് ഇൻ ടു ദ ഹാർഡ് ഡൈ ഹോൾ ഓഫ് ആൻവിൽ ആൻഡ് കട്ടിംഗ് എഡ്ജ് ബീങ് അപ്വേർഡ്, അല്ലെ കട്ടിംഗ് എഡ്ജ് മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ഹോട്ട് സെറ്റ് ഓർ കോൾഡ് സെറ്റ്. അപ്പോൾ ഹോട്ട് സെറ്റ് അല്ലെങ്കിൽ കോൾഡ് സെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ ഫോർജിങ് ടൂൾ യൂസ്ഡ് ഫോർ അപ്സെറ്റിംഗ് and forming head of rivet, bolt, screw, etc. The forging tool used for upsetting and forming the head of rivet, bolt, screw, etc. Option A, drift, bolster, punch, none of the above. Bolster. Yes, സംശയമൊന്നും വേണ്ട, ദാറ്റ് ഈസ് ബോൾസ്റ്റർ തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ ബോൾസ്റ്റർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടൂൾ, അതൊരു എന്താണ് അപ്സെറ്റിംഗ് ടൂൾ എന്ന് പറയാം, അല്ലെ. യൂസ്ഡ് ഫോർ അപ്സെറ്റിംഗ് ആൻഡ് ഫോമിംഗ് ഹെഡ് ഓഫ് റിവറ്റ്. ഇത്തരത്തിലെ ഹെഡ്, ആ റിവറ്റിന്റെ ഹെഡ് ഒക്കെ നിർമ്മിക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് ചെറിയ ഒരു ഹോളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റാനും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി ആ ഒരു ഷേപ്പിൽ, അതായത് ഈ പറഞ്ഞ ആ ഒരു ഹെഡ് വന്നിട്ട് ഇതിനകത്തേക്ക് ഷേപ്പിലേക്ക് ഏത് ഷേപ്പാണോ ഉള്ളത്, അതിപ്പം ഇത്തരത്തിൽ കോണിക്കലായിട്ടുള്ള ഷേപ്പ് ആവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷേപ്പ് ആവാം. സോ അത് ഏത് ഷേപ്പാണോ ആ ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഹെഡിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. സോ ബോൾസ്റ്റേഴ്സ് ഓർ ഹെഡിംഗ് ടൂൾ ഹാവ് വേരിയസ് സൈസ്ഡ് ഹോൾസ്. അതിൽ വേരിയസ് സൈസ് ഹോൾസ് കാണാൻ സാധിക്കും. കോണിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ സ്ട്രേറ്റ് ആയിട്ടുള്ള ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റെപ്പഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. യൂസ്ഡ് ഫോർ അപ്സെറ്റിംഗ് ആൻഡ് ഫോമിംഗ് ഹെഡ് ഓഫ് റിവറ്റ്, ബോൾട്ട്, സ്ക്രൂ, എക്സെട്ര. റിവറ്റ്, ബോൾട്ട്, സ്ക്രൂസിന്റെ ഒക്കെ ഹെഡ് ഒക്കെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി, അപ്പൊ ഇത് സ്ക്രൂവിന്റെ ഒക്കെ ഹെഡ് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും, ബോൾട്ടിന്റെ ഒക്കെ ഹെഡ് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നോക്കി റിവറ്റിന്റെ ഹെഡ് നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. സോ അതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ബോൾസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹെഡിംഗ് ടൂൾ ആണ്, അത് ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്, what is the purpose of rake and poker? What is the purpose of rake and poker in forging operation? Forging operationൽ റേക്കും പോക്കറും ഉണ്ട്. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടു റെഡ്യൂസ് ഹീറ്റ്, ഓപ്ഷൻ ബി ടു കീപ് ദ ഔട്ടർ റിംഗ് ഇൻ എ വെറ്റ് കണ്ടീഷൻ, ഓപ്ഷൻ സി ടു ക്ലീൻ ദ ഹെർത്ത്, ഓപ്ഷൻ ഡി ടു റിമൂവ് ക്ലിങ്കേഴ്സ് ഫ്രം ദ ഫയർ. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി. സംശയമൊന്നും വേണ്ട, റൈറ്റ് ആൻസർ ആണ്. ദാറ്റ് ഇസ് ടു റിമൂവ് ദ ക്ലിങ്കേഴ്സ് ഫ്രം ദ ഫയർ, അല്ലെ. ഫയറിൽ നിന്നും ക്ലിങ്കേഴ്സിനെയൊക്കെ നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് കത്തിക്കരിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനൊക്കെ നമുക്കൊന്ന് തട്ടി മാറ്റുന്നതിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അതിനെ നമ്മൾ ക്ലിങ്കർ എന്ന് പറയുന്നുണ്ടാവും. അത്തരത്തിലുള്ള ക്ലിങ്കേഴ്സിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേക്ക് ആൻഡ് പോക്കർ. അപ്പൊ ഇത്തരത്തിലുള്ള റേക്ക് ആൻഡ് പോക്കേഴ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. യൂസ്ഡ് ടു റിമൂവ് ക്ലിങ്കേഴ്സ് ഫ്രം ദ ഫയർ ആൻഡ് ഡ്രോ ഫ്രഷ് ഫ്യൂൽ ഓവർ ദ നോസിൽ. ആ നോസിലിന്റെ മുകളിലേക്ക് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഫ്യൂൽ, കത്താനുള്ള ഫ്യൂലിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഹെൽപ്പ് ഈ പറഞ്ഞ റോക്കറിന്റെയും റേക്ക് ആൻഡ് പോക്കറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ദ വൈസ് യൂസ്ഡ് ഇൻ സ്മിത്തി ഷോപ്പ്. സ്മിത്തി ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ്? ലെഗ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പിൻ വൈസ്, അതുപോലെ തന്നെ ബെഞ്ച് വൈസ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ലെഗ് വൈസ് അല്ല, ലെഗ് വൈസ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട, ലെഗ് വൈസ് തന്നെയാണ്. വൈസ് യൂസ്ഡ് ഇൻ സ്മിത്തി ഷോപ്പ് നിങ്ങളോട് ചോദിക്കുകയാണ്. ദ വൈസ് യൂസ്ഡ് ഇൻ സ്മിത്തി ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം എന്താണ്? ലെഗ് വൈസ് തന്നെയാണ്, ലെഗ് വൈസ് തന്നെയാണ്. അപ്പൊ ലെഗ് വൈസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, ലെഗ് വൈസ് എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ലെഗ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ലെഗ് വൈസ് ഏത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ഉത്തരം വന്നിട്ടുള്ളത് മൈൽഡ് സ്റ്റീൽ ആണ്. സോ ഉത്തരം വന്നിട്ടുള്ളത് മൈൽഡ് സ്റ്റീൽ ആണ്. എന്നാൽ മൈൽഡ് സ്റ്റീൽ മാത്രമല്ല, നമ്മുടെ റോട്ട് അയൺ, അല്ലെ, ഇത്തരത്തിൽ പ്യൂറസ്റ്റ് ആയിട്ടുള്ള അയൺ ആയിട്ടുള്ള റോട്ട് അയൺ കൊണ്ട് നമ്മൾ സാധാരണ നിർമ്മിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫ്നെസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അത്രയും ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും, ആ ടഫ്നെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് റോട്ട് അയൺ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. മൈൽഡ് സ്റ്റീൽ ഇത്തരത്തിലുള്ള ഡക്ടൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതും അതായത് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകരുത്, ബ്രിട്ടിൽ നേച്ചർ ആയിരിക്കരുത്. അതുകൊണ്ടാണ് ആ ഒരു മൈൽഡ് സ്റ്റീൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതല്ല നിങ്ങളുടെ ഓപ്ഷനിൽ മൈൽഡ് സ്റ്റീൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ റോട്ട് അയൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോട്ട് അയൺ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് വന്നിട്ടുള്ള ചോദ്യത്തിനകത്ത് നമ്മളുടെ ഉത്തരം മൈൽഡ് സ്റ്റീൽ ആണ് വന്നിട്ടുള്ളത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആണ് നമ്മൾ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ലെഗ് വൈസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? ഫോർജിങ് ഷോപ്പുകളിൽ, ഫോർജിങ് വർക്കുകൾക്കാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ലെഗ് വൈസ്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ലെഗ് വൈസ് എന്ന് പറയുന്നത്. സോ മറ്റൊരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഇത് അവിടെ നമ്മളുടെ വർക്ക് കോൺടാക്റ്റിൽ വരുന്നുണ്ടാവുക ലൈൻ കോൺടാക്ട് ആയിരിക്കും. സോ ലെഗ് വൈസ് ഹാസ് ഓൺലി എ ലൈൻ കോൺടാക്ട്
ഒക്കേഴ്സ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ജോബ് പ്ലേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സർഫസ് കോൺടാക്ട്. സാധാരണഗതിയിൽ നമുക്ക് ഈ പറയുന്ന വർക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് സർഫസ് കോൺടാക്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലെഗ് വൈസിൽ ഇത്തരത്തിലുള്ള ലൈൻ കോൺടാക്റ്റുകളാണ് അല്ലെ, വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈൻ കോൺടാക്റ്റുകളാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അതാണ് ലെഗ് വൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, അത് ഫോർജിങ് ഷോപ്പിൽ യൂസ് ചെയ്യുന്നു. 2, മൈൽഡ് സ്റ്റീൽ മെറ്റീരിയൽ. 3, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലൈൻ കോൺടാക്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ഫുൾ അപ്സെറ്റിംഗ് ഓഫ് എ പീസ് ഓഫ് സ്റ്റോക്ക് ഈസ് കോൾഡ്. അതായത് അപ്സെറ്റിംഗ് തന്നെ പ്രധാനമായിട്ടും നമുക്ക് സെന്റർ അപ്സെറ്റിംഗ്, എൻഡ് അപ്സെറ്റിംഗ്, ജമ്പിംഗ് എന്നൊക്കെ നമ്മൾ ജമ്പിംഗ്. യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഫുൾ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ. സോ ഫുൾ അപ്സെറ്റിംഗ് ഓഫ് എ പീസ് ഓഫ് എ സ്റ്റോക്ക് ഈസ് കോൾഡ് ഓപ്ഷൻ ബി ജമ്പിംഗ് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ജമ്പിംഗ് തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ അപ്സെറ്റിംഗ് ഓൾറെഡി നമ്മൾ കണ്ടു, എന്താണ് ലെങ്ത് കുറച്ചുകൊണ്ട് ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടുക എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ജമ്പിംഗ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് 3 തരത്തിലാണ് ഇത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുക. ഒന്ന് എൻഡ് അപ്സെറ്റിംഗ് ഉണ്ട്, സെന്റർ അപ്സെറ്റിംഗ് ഉണ്ട്, ജമ്പിംഗ് ഉണ്ട്. അപ്പോൾ എൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എൻഡ് പോർഷൻ മാത്രമായിരിക്കും അതിന്റെ ക്രോസ് സെക്ഷൻ ചേഞ്ച് വരുന്നുണ്ടാവുക. സെന്റർ ആണെങ്കിൽ സെന്ററിൽ മാത്രമായിരിക്കും. ഓക്കെ, ഇതാണ് സെന്റർ അപ്സെറ്റിംഗ്. നമുക്ക് പൊതുവെ ജമ്പിംഗ് എന്ന് പറയാറുണ്ട്. സെന്റർ ജമ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം ജമ്പിങ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അപ്സെറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. ഫുൾ ജമ്പിംഗ് എന്ന് പറയുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ എന്തുണ്ടാവും ആ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ടാവും. സോ അതാണ് നമ്മുടെ ആ ജമ്പിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇത്തരത്തിൽ ആക്സിസിന് എന്താണ് എലോങ് ദ ആക്സിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റിക്വയർഡ് ആ ഷേപ്പിലേക്ക് ക്രോസ് സെക്ഷൻ കൂട്ടി ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാകും നമ്മുടെ ആ ഒരു വർക്ക് പീസ് മെറ്റീരിയലിന്. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നത്. സോ ഫുൾ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ജമ്പിംഗ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ടോപ്പ് ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് എലോങ് വിത്ത് ടൂൾ അല്ലെ. ഈ പറഞ്ഞ ഫുള്ളേഴ്സ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് അല്ലെ, അതിനകത്ത് ടോപ്പ് ഫുള്ളേഴ്സ് ഉണ്ടാകും. അപ്പോൾ ടോപ്പ് ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് എലോങ് വിത്ത് ടൂൾ ഫോർ മാനുഫാക്ചറിങ് സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്സ്. ഓക്കെ, ചെറിയ പൈപ്പ് ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പൈപ്പ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പൈപ്പ് ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഷേപ്പിലേക്ക് ഇരിക്കുന്ന പൈപ്പ് ക്ലിപ്പുകൾ നമ്മളിവിടെ നെയിൽസ് ഒക്കെ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പൈപ്പ് ക്ലിപ്പ് കണ്ടിട്ടില്ല, ഇത്തരത്തിലുള്ള പൈപ്പ് ക്ലിപ്പ്. ഈ പൈപ്പ് ക്ലിപ്പൊക്കെ നമ്മൾ സാധാരണ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, ദ ടോപ്പ് ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് അലോങ് വിത്ത് ദ ടൂൾ. ഏതൊരു ടൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ മാനുഫാക്ചറിങ് സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്സ്. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ഫുള്ളേഴ്സിനോട് കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടാകും. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫോർക്ക് ടൂള്, ഓപ്ഷൻ ബി ബെൻഡിങ് ലിങ്ക്, ഓപ്ഷൻ സി സ്ക്രോൾ ബെൻഡിങ്, ഓപ്ഷൻ ഡി ബീക്ക് ഓഫ് ആൻ ആൻവിൽ. ബെൻഡിങ് ലിങ്ക്. ശ്രദ്ധിക്കുക, റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ, അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബെൻഡിങ് ലിങ്ക് തന്നെയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ബെൻഡിങ് ലിങ്ക് തന്നെയാണ്. അപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് ബെൻഡിങ് ലിങ്ക് എന്ന് പറയുന്നത്. സോ ഈ കാണുന്നതാണ് നമ്മൾ ബെൻഡിങ് ലിങ്ക് എന്ന് പറയുന്നത്. സോറി, ബെൻഡിങ് ലിങ്കിന്റെ സഹായത്തോടുകൂടി ഇതാണ് ടോപ്പ് ഫുള്ളർ അല്ലെ, ഇത്തരത്തിൽ ടോപ്പ് ഫുള്ളർ ഉണ്ടാകും. അപ്പൊ ടോപ്പ് ഫുള്ളറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്യുന്നു. സോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ വർക്ക് പീസ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് അവിടെ ബെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ. സോ ബെൻഡിങ് ലിങ്ക് വിത്ത് ടോപ്പ് ഫുള്ളർ ആർ യൂസ്ഡ് ഫോർ സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്പ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ അവർ എടുത്തു പറയുന്നുണ്ട്. സ്മോൾ റേഡിയസ് ആയിട്ടുള്ള ചെറിയ റേഡിയസിലുള്ള പൈപ്പ് ക്ലിപ്പുകൾക്ക് ഇത്തരത്തിൽ നമ്മൾ ബെൻഡിങ് ലിങ്കിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് ബെൻഡ് ചെയ്തെടുക്കുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബെൻഡിങ് ലിങ്കിന്റെ ഒപ്പം നമ്മൾ ടോപ്പ് ഫുള്ളറോട് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ ചെറിയ റേഡിയസിലുള്ള പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ഒരു വിഷയം, ബെൻഡിങ് ലിങ്കിനോട് ഏത് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാം. ദാറ്റ് ഈസ് ടോപ്പ് ഫുള്ളർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ടോപ്പ് ഫുള്ളർ ബോട്ടം ഫുള്ളർ എന്നൊക്കെ നമ്മുടെ ഓപ്ഷനിൽ വന്നാലും ശ്രദ്ധിക്കുക, അത് ടോപ്പിലാണ് വെക്കുന്നുണ്ടാവുക, ബോട്ടത്തിൽ നമ്മൾ ബെൻഡിങ് ലിങ്ക് വെക്കുന്നുണ്ടാവും. അതിനിടയിലായിട്ടായിരിക്കും നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നതോടെ കൃത്യമായിട്ട് ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, കൺഫ്യൂഷൻ വരരുത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് വൺ ആക്ട് ആസ് എ സേഫ്റ്റി വാൽവ് ഫോർ എക്സസ് മെറ്റൽ ഇൻ ഫോർജിങ്? സേഫ്റ്റി വാൽവായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന ഒരു പാർട്ടുണ്ട്, അത് ഏതാണ്? ഓപ്ഷൻ എ ഡ്രിഫ്റ്റ്, ഓപ്ഷൻ ബി ഫ്ലാഷ്, ഓപ്ഷൻ ഡി മാൻഡ്രിൽ, ഓപ്ഷൻ ഡി ഫിൻസ്. ക്ലിയർ ആയില്ല, പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷൻ പറഞ്ഞോളൂ, ഏതാണ്? ബി ഫ്ലാഷ്. യെസ്, ഫ്ലാഷ് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ, സംശയം വേണ്ട, ഓപ്ഷൻ ബി ഫ്ലാഷ് ആണ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ
നമ്മൾ സാധാരണഗതിയിൽ കാസ്റ്റിംഗിലും ഇത്തരത്തിൽ ഫ്ലാഷ് ആൻഡ് കട്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഫ്ലാഷ് ഉണ്ട് അല്ലെ, ഫ്ലാഷ് ആൻഡ് കട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കേ, എക്സസ് ആയിട്ട് നമ്മൾ വരുന്ന മെറ്റീരിയൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന ഫ്ലാഷ് ആൻഡ് കട്ടേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇത്തരത്തിൽ ഫ്ലാഷ് ആയിട്ട് നമ്മൾ ആ ഒരു കട്ടറിനുള്ളിലേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിൽ സം മെറ്റീരിയൽ ഇൻ ഇംപ്രഷൻ ഡൈ forging is not constrained by cavities and flow outward from die. This is called flash. ഇത്തരത്തില് പുറത്തേക്ക് അല്ലെ, ആ ഡൈയുടെ പുറത്തേക്ക് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്നുണ്ടാകും. ആ പുറത്തേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന ഫ്ലാഷ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഫോർജിങ്ങിന്റെ ഡൈയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒന്നുകിൽ ഗ്രൈൻഡ് ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് കളയുന്നുണ്ടാവും എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ ഇറ്റ് ആക്ട് ആസ് എ സേഫ്റ്റി വാൽവ്, ഒരു സേഫ്റ്റി വാൽവായിട്ട് ആക്ട് ചെയ്യുന്നു ഫോർ എക്സസ് മെറ്റൽ. അധികം വരുന്ന മെറ്റലിനെ നമ്മൾ എന്താണ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അധികം വരുന്ന മെറ്റൽ അവിടെ മറ്റ് ഡാമേജസ് ഒന്നും ഡൈക്ക് ഉൾപ്പെടെ അവിടെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഈ പറഞ്ഞ ഇതിൽ എക്സസ് ആയിട്ടുള്ള സ്ട്രെസ്സസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡൈ ഉൾപ്പെടെ എന്താണ് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് എക്സസ് വരുന്ന മെറ്റലിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ടാകും. സോ അത്തരത്തിൽ അത് പുറത്തേക്ക് വരുന്നതിന് വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. So build up high pressure to ensure that the metal fills all recesses of the die. ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഫ്ലാഷിന്റെ ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് എന്താണ് ഒരു ഹൈ പ്രഷർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആ ഒരു മെറ്റലിനെ ആ ക്യാവിറ്റി ഏത് ഷേപ്പാണോ ഉള്ളത് ആ ഷേപ്പിലേക്ക് മൊത്തം നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: the maximum diameter of MS square rod, the maximum diameter of MS square rod that can be twisted without heating, that can be twisted അല്ലെ, ഇത്തരത്തിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. twisted without എന്താണ്, without heating. അപ്പൊ എത്ര മാക്സിമം MS റോഡ്, മാക്സിമം ഡയമീറ്റർ ഓഫ് MS റോഡ് ആണ്. റോഡ് എന്ന് പറയുന്നത് സർക്കുലർ പോസിഷൻ ആയിരിക്കും കേട്ടോ. MS സ്ക്വയർ റോഡാണ്, അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റോഡ് ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള സ്ക്വയർ റോഡ് ആവാം, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോഡും ആവാം, രണ്ടും ആവാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള MS സ്ക്വയർ റോഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോഡ് ആണെങ്കിൽ മാക്സിമം ഡയമീറ്റർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയമീറ്റർ ചോദിച്ച് പ്രധാനമായിട്ടും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് എന്താണ് റോഡ് ആണെന്നുള്ളത് ഓർത്തുന്നത് കേട്ടോ. സിലിണ്ടറിക്കൽ റോഡ് ആണെന്ന് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ അത് MS-ന്റെ ആ ഒരു സ്ക്വയർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സൈഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് മാക്സിമം ഡയമീറ്റർ ഓഫ് MS റോഡ്, സിലിണ്ടറിക്കൽ റോഡ് ദാറ്റ് ക്യാൻ ബി ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹീറ്റിംഗ്. അപ്പൊ ഹീറ്റിംഗ് ചെയ്യാതെ നമുക്ക് മാക്സിമം ഡയമീറ്റർ എത്രത്തോളം നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് നമ്മളുടെ ആ ഒരു ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു പോയിന്റ് ആണിത്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? 12 mm കൊടുത്തിട്ടുണ്ട്, 2.5 mm കൊടുത്തിട്ടുണ്ട്, 5 mm കൊടുത്തിട്ടുണ്ട്, 6 mm കൊടുത്തിട്ടുണ്ട്. 12 ആണ്. 12 mm. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവും. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. അപ്പൊ ട്വിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 2 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ എന്തിനാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്, എന്തിനാണ് നമ്മൾ ട്വിസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഗ്രില്ല്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഗ്രില്ലുകൾ നമ്മൾ അവിടെ MS-ന്റെ ഒക്കെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പട്ട എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതൊക്കെ നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ എന്താണ് ട്വിസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ നമുക്കത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ നമുക്കൊന്ന് ബോൾട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ 90 ഡിഗ്രി ഒക്കെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ബോൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ് ഇത്തരത്തിൽ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, അഡീഷണൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിൽ ട്വിസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ പ്രധാനമായിട്ടും 2 കണ്ടീഷനാണ്. ഒന്നെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ടു ഗീവ് അഡീഷണൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ടു ചേഞ്ച് ദ പൊസിഷൻ ടു പീസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഫാസ്റ്റൻഡ് അറ്റ് എൻഡ്. ഇത്തരത്തിൽ അവസാനമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഒന്ന് ചരിച്ച് അല്ലെങ്കിൽ ഒന്ന് ബെൻഡ് ചെയ്തൊക്കെ നമുക്കത് കൃത്യമായിട്ട് ഫാഷൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ആ ഒരു ഡയറക്ഷനിലേക്ക് മാറ്റുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ 2 ഫംഗ്ഷനാണ് പ്രധാനമായിട്ടും ട്വിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പിന്നെ എയ്സറ്റിക് ആയിട്ടുള്ള കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രധാനമായിട്ടും അഡീഷണൽ സ്ട്രെങ്തും അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന പൊസിഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫാഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതല്ല MS ഫ്ലാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള എന്താണ് MS-ന്റെ ഫ്ലാറ്റ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള MS-ന്റെ ഫ്ലാറ്റ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 6 mm or less in thickness and 40 mm or less in width can be twisted cold. അതായത് ഈ പറഞ്ഞ 6 mm എന്താണ് തിക്നെസ് അല്ലെ, തിക്നെസ് 6 mm അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഡ്ത്ത് വന്നിട്ട് 40 mm വരെ താഴെയാണെന്നുണ്ടെങ്കിൽ, 6 mm താഴെയും അല്ലെങ്കിൽ 40 mm താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കോൾഡ് കണ്ടീഷനിൽ തന്നെ ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. എന്നാൽ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് 6 mm മുകളിലേക്ക് നമ്മുടെ തിക്നെസ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 40 mm മുകളിലേക്ക് അതിന്റെ വിഡ്ത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ഹീറ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് അത് കോൾഡ് കണ്ടീഷൻ അല്ല, ഹോട്ട് കണ്ടീഷനിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്.
ഇനി അതല്ല സ്ക്വയർ റോഡ് ഓഫ് എം എസ് അപ് ടു 12 mm ഡയമീറ്റർ. ഇത്തരത്തിൽ സ്ക്വയർ റോഡ് ഓഫ് എം എസ് ഇത്തരത്തിൽ മൈൽഡ് സ്റ്റീലിന്റെ സ്ക്വയർ റോഡ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ആണെങ്കിൽ 12 mm ഡയമീറ്റർ ആണ്. ക്യാൻ ബി ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹീറ്റിംഗ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ് ടു 12 mm ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് മീൻസ് 12 mm മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചൂടാക്കിയിട്ട് വേണം ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ദാറ്റ് ഈസ് എ ലാർജ് സൈസ് ഓഫ് സ്റ്റോക്ക്. ദ മെറ്റൽ ഷുഡ് ബി ഹീറ്റഡ് ടു ഡൾ റെഡ് കളർ. ഇത്തരത്തിൽ ഡൾ റെഡ് കളറിലേക്ക് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ട്വിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡൾ റെഡ് കളറിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ട്വിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൾ റെഡ് കളറിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ ഇതാണ് പ്രധാനമായിട്ടും ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ. ക്ലിയർ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നെക്കിംഗ് ഡൗൺ ഓഫ് എ വർക്ക് ഈസ് ഡൺ ബൈ. നെക്കിംഗ് ഡൗൺ of a work is done by set hammer, punch, fuller, square punch. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഫുള്ളർ. യെസ്, റൈറ്റ് ആൻസർ ആണ് ഫുള്ളറിങ് അല്ലെ. ഇത്തരത്തിൽ ഫുള്ളേഴ്സ് ആണ് നമ്മൾ സാധാരണഗതിയിൽ നെക്കിംഗ് ഡൗൺ ഓഫ് വർക്ക് പീസ് ഈസ് ഡൺ ബൈ ഫുള്ളേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫുള്ളറിങ് ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അപ്സെറ്റിംഗിന്റെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫുള്ളറിങ് പറയാം അല്ലെ. ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ആ ഒരു ലെങ്ത് കൂട്ടിക്കൊണ്ട് നമ്മൾ ഡയമെൻഷൻ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് ഫുള്ളറിങ് എന്ന് പറയുന്നത് അല്ലെ. ഇത്തരത്തില് ഡ്രോൺ ഔട്ട് ചെയ്യുമ്പോൾ അല്ലെ, ഇത് നമ്മുടെ ആ ഒരു ലെങ്ത് കൂട്ടുന്നുണ്ടാകും, നമ്മുടെ മെറ്റീരിയലിലെ കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നുണ്ടാവും അല്ലെ. സോ ആ ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ പറയുന്ന ഫുള്ളറിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഫുള്ളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു തിക്നെസ് കുറച്ചുകൊണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ദ കോമൺ മാസ് ഓഫ് ആൻവിൽ ഈസ് അബൌട്ട്. ആൻവിലിന്റെ സാധാരണഗതിയിലുള്ള വെയിറ്റ് അല്ലെങ്കിൽ മാസ് എത്രയാണ്? കോമൺ മാസ് ഓഫ് ആൻവിൽ ഈസ് അബൌട്ട്. ഓപ്ഷൻ 150. 150. റൈറ്റ് ആൻസർ ആണ്. 150 കിലോഗ്രാം തന്നെയാണ് ആ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നോക്കി, സാധാരണഗതിയിൽ കോമൺ ആയിട്ടുള്ള ഒരു ആൻവിലിന്റെ ഒരു മാസ് 150 കിലോഗ്രാം തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 100 മുതൽ 150 കിലോഗ്രാം. അപ്പൊ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 100 മുതൽ 150 കിലോഗ്രാം ആണ് അതിന്റെ ഒരു റേഞ്ച് വരുന്നുണ്ടാവുക. സോ നമുക്കറിയാം ആൻവിൽ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടു അല്ലേ. ഈ ഒരു സംഗതിയാണ്, ഈ ഒരു പാർട്ടാണ് ആൻവിൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ആൻവിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദ വർക്ക് ബൈ ഹോട്ട് മെറ്റൽ ഹാമറിംഗ്. ഇത്തരത്തിൽ ഹാമറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. സെർവ് ആസ് എ വർക്ക് ബെഞ്ച് ഫോർ ബ്ലാക്ക് സ്മിത്ത്. ബ്ലാക്ക് സ്മിത്തിന്റെ വർക്ക് ബെഞ്ച് എന്നറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആൻവിലാണ്. ആൻവിലിന്റെ വെയിറ്റ് റേഞ്ച് വരുന്നത് ഏകദേശം നമ്മുടെ ഒരു മാസം ഏകദേശം 100 kg to 150 kg ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ആൻഡ് ഇറ്റ്സ് ടോപ്പ് ഫേസ് ഷുഡ് സ്റ്റാൻഡ് about 0.75 meter from the floor. അതിന്റെ ടോപ്പ് ഫേസ്, ഇതാണ് നമ്മുടെ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഈ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു നമ്മുടെ സർഫസിൽ നിന്നും ഫ്ലോറിൽ നിന്നും ഏകദേശം 0.75 മീറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം ഹൈറ്റ് എന്നുള്ളത് കൂടി ആ ഒരു ഓർത്തിരിക്കാം. നമ്മൾ ആ ഒരു ഡയമെൻഷൻ ഒന്ന് ഓർത്തിരിക്കാം. സാധാരണഗതിയിൽ അത് കാസ്റ്റ് സ്റ്റീലോ റോട്ടൈനോ മൈൽഡ് സ്റ്റീലോ ഉണ്ടൊക്കെ നിർമ്മിക്കാറുണ്ട്. സോ അതുപോലെ തന്നെ ഹാർഡൻഡ് ആയിട്ടുള്ള ടോപ്പ്, ഇത്തരത്തിൽ ടോപ്പ് സർഫസ് എന്ന് നമുക്കറിയാം അവിടെ വെച്ചിട്ട് നമ്മൾ പല ഓപ്പറേഷൻസും ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഹാർഡൻ ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിൽ ഏകദേശം 20 മുതൽ 25 mm തിക്ക് ആയിട്ടുള്ള രീതിയിൽ ഒരു ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ സാധാരണഗതിയിൽ ഈ ആൻവിലിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ആൻവിലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റുകൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഓപ്പൺ മൗത്ത് ടോൺസ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് കേരള PSC വന്നിട്ടുള്ള ചോദ്യമാണ്. ഓപ്പൺ മൗത്ത് ടോൺസ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ഡാഷ്. ഹെവിയർ സ്റ്റോക്ക്, റൗണ്ട് സ്റ്റോക്ക്, ഡക്ടൈൽ സ്റ്റോക്ക്, സ്ക്വയർ സ്റ്റോക്ക്. സ്ക്വയർ ആണോ? സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ അല്ല. അപ്പൊ ഇവിടെ ഉത്തരം വരിക ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഹെവിയർ സ്റ്റോക്ക്. അപ്പൊ ഹെവിയർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് വർക്ക് പീസുകൾ നമ്മളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ടോൺസ് ആണ് ഓപ്പൺ മൗത്ത് ടോൺസ് എന്ന് പറയുന്നത്. കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആൻ ഇംഗ്ലീഷ് ആൻവിൽ ഹാസ് ഡാഷ്. An English anvil has dash 2 beaks, 1 beak, 0 beak, 3 beaks. 1 beak. സംശയമൊന്നും വേണ്ട, 1 beak തന്നെയാണ്. അപ്പൊ ഇംഗ്ലീഷ് ആൻവിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ആൻവിലിനെ വിളിക്കുന്ന പേരാണ് അല്ലെ. അപ്പോൾ ആ ഇംഗ്ലീഷ് ആൻവിലിന് എത്ര ബീക്കേ ഉള്ളൂ? ഒറ്റ ബീക്കേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. സംശയമൊന്നും വേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദാറ്റ് ഈസ് ദ final treatment after forging is done to dash. The final treatment after forging. ഫോർജിങ്ങിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, റിമൂവ് സ്ട്രെസ്സസ്. ഓപ്ഷൻ ബി, മേക്ക് ദ ഫോർജ്ഡ് പാർട്ട് കൂൾ. ഓപ്ഷൻ സി, മേക്ക് ദ ഫോർജിങ് ഹാർഡ് ആൻഡ് ടഫ്. ഓപ്ഷൻ ഡി, ടു ക്ലിയർ ക്രാക്സ്.
ഏതായിരിക്കും വരുന്നുണ്ടാവുക? ആലോചിച്ച് നോക്കേ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി തന്നെയാണ്. മേക്ക് ദ ഫോർജിങ് ഹാർഡ് ആൻഡ് ടഫ്. ഇത്തരത്തില് ആ ഹാർഡും ടഫും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഇത്തരത്തില് ഫൈനൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സാധാരണഗതിയിൽ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാസ്റ്റിങ്ങും ഫോർജിങ്ങും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ എന്താണ് ഇത്തരത്തിലുള്ള എന്താണ് പറയാന്, നമ്മൾ സാധാരണ വൈറ്റ് വാഷ് യൂസ് ചെയ്യാറില്ലേ? വൈറ്റ് വാഷ് എന്തിനാണ് യൂസ് ചെയ്യാറ് ഫോർജിങ്ങിലൊക്കെ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഫോർജിങ്സ് ഒക്കെ നമ്മൾ സാധാരണ വൈറ്റ് വാഷ് യൂസ് ചെയ്യാറില്ലേ? മാർക്കിംഗ് ആണ്. മാർക്കിംഗ് വേണ്ടി നമ്മൾ സാധാരണ വൈറ്റ് വാഷ് നമ്മൾ എവിടെ യൂസ് ചെയ്യാറ്? ഫോർജിങ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുള്ള ഞാൻ പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫോർജിങ്സിലും കാസ്റ്റിങ്സിലും ഒക്കെയാണ് നമ്മൾ സാധാരണ വൈറ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഫൈനൽ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ഫോർജിങ് ഈസ് ഡൺ ടു മേക്ക് ദ ഫോർജിങ് ഹാർഡ് ആൻഡ് ടഫ്. ഇത്തരത്തിൽ ഫോർജിങ് ഹാർഡും ടഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഫൈനൽ ട്രീറ്റ്മെന്റ് നമ്മൾ സാധാരണ ഫോർജിങ്ങിൽ കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ചോദ്യം വന്നിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം വരാം. ചോദ്യം വന്നിട്ടുള്ളത് ഇതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഫ്ലാറ്റ് ഫോർജിങ് ഓഫ് ഗിയർ ബ്ലാങ്ക്സ് ആർ ഡൺ ബൈ. Flat forging of gear blanks are done by upsetting, downsetting, hammering, squeezing. ആലോചിച്ചോക്കെ. ഫ്ലാറ്റ് ഫോർജിങ് ഓഫ് ഗിയർ ബ്ലാങ്ക്. ഗിയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഗിയർ ബ്ലാങ്ക് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഗിയർ ബ്ലാങ്കുകൾ അല്ലെ? ഗിയർ ബ്ലാങ്കുകൾ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നേരത്തെ ഇങ്ങനെ ഇരുന്ന ഒരു ഗിയർ ഏതായിരിക്കും? സംശയമൊന്നും വേണ്ട. അപ്സെറ്റിംഗ് തന്നെയാണ് കേട്ടോ. അപ്സെറ്റിംഗ് തന്നെയാണ്. അപ്പൊ അപ്സെറ്റിംഗിന്റെ മറ്റൊരു ചോദ്യം അവർ ചോദിച്ചതേ ഉള്ളൂ. മറ്റൊരു രീതിയിൽ ചോദിച്ചു അവർ, അത്രേ ഉള്ളൂ. ഫ്ലാറ്റ് ഫോർജിങ് ഓഫ് ഗിയർ ബ്ലാങ്ക്സ് ആർ ഡൺ ബൈ അപ്സെറ്റിംഗ് പ്രോസസ്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. അപ്സെറ്റിംഗ് പ്രോസസ്. മറ്റൊരു ചോദ്യം, ഇൻ സ്മിത്തി ഓപ്പറേഷൻ ദ ടോൺസ് യൂസ്ഡ് ഫോർ ജനറൽ പിക്കപ്പ് വർക്ക്. വീണ്ടും അടുത്ത ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ കേരള PSC. സ്മിത്തി ഓപ്പറേഷൻ ദ ടോൺസ് യൂസ്ഡ് ഫോർ ജനറൽ പിക്കപ്പ് വർക്ക്. റൗണ്ട് ടോൺസ്, ഹോളോ ടോൺസ്, ഗ്യാഡ് ടോൺസ്, സ്ക്വയർ ടോൺസ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ ഉത്തരം എന്താ വരിക? ഗ്യാഡ് കേട്ടോ. ഓപ്ഷൻ സി ഗ്യാഡ് ടോൺസ് ആണ്. അപ്പൊ ഈ ചിത്രത്തിലല്ല. ഓക്കെ, ഇതാണ്. അപ്പൊ ഇതാണ് ഗ്യാഡ് ടോൺസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജനറൽ പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഗ്യാഡ് ടോൺസ് എന്ന് പറയുന്നത്. സോ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ജനറൽ പിക്കപ്പ് വർക്ക് പീസസ് ആൻഡ് either straight or tapered. അത് സ്ട്രെയിറ്റ് ആയിക്കോട്ടെ ടേപ്പേർഡ് ആയിക്കോട്ടെ, ജനറൽ പിക്കപ്പ് വർക്ക് പീസുകൾക്കൊക്കെ നമ്മൾ എന്താ ജനറലായിട്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഗ്യാഡ് ടോൺസ് എന്ന് പറയുന്നത്. സോ അത് ഓർത്തിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്യാഡ് ടോൺസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ജനറൽ പിക്കപ്പ് വർക്ക് either straight or tapered എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി റിവറ്റ്, മറ്റൊരു ടോൺസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. റിവറ്റ് ഓർ റിംഗ് ടോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾഡിംഗ് ബോൾട്ട്, റിവറ്റ് ആൻഡ് അതർ വർക്ക് പീസ് ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ. ശ്രദ്ധിക്കാം, സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള എന്താണ് ബോൾട്ട്, റിവറ്റ് ഒക്കെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിംഗ് ടോൺസ് യൂസ് ചെയ്യുന്നു. റിവറ്റ് ഓർ റിംഗ് ടോൺസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരുന്നാൽ മതി. റിംഗ് ടോൺ ഉണ്ട്, ഗ്യാഡ് ടോൺസ് ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടൊന്ന് പരിചയപ്പെട്ടിരിക്കാം. മറ്റൊരു രണ്ട് ടോൺ കൂടെ നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ടോൺസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വർക്ക് ഹോൾഡിംഗ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ. ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതിൽ എന്താണ് ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് ടോൺസുകൾ ഉണ്ടാവും. അപ്പൊ അത് റെക്ടാംഗുലർ ക്രോസ് സെക്ഷനിലുള്ള വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മറ്റൊരു ടൈപ്പാണ് സ്ട്രെയിറ്റ് ലിപ്പ് ഫ്ലൂട്ടഡ് ടോൺസ് എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ് നോക്കി? യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്ക്വയർ, സർക്കുലർ, ഹെക്സഗണൽ ഷേപ്പ്ഡ് ബാർ. ഇത്തരത്തില് സ്ക്വയർ, സർക്കുലർ, ഹെക്സഗണൽ ഷേപ്പ്ഡ് ബാറുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ലിപ്പ് ഫ്ലൂട്ടഡ് ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ മറ്റ് എന്താണ് റൗണ്ട് ടോൺസ്, സ്ക്വയർ ടോൺസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്താണ് ഹോളോ ടോൺസ്, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ടോൺസുകളാണ് ഗ്യാഡ് ടോൺസ്, ഫ്ലാറ്റ് ടോൺസ്, സ്ട്രെയിറ്റ് ലിപ്പ് ഫ്ലൂട്ടഡ് ടോൺസ്, അതുപോലെ തന്നെ റിവറ്റ് അല്ലെങ്കിൽ റിംഗ് ടോൺസ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഫ്രം വിച്ച് മെറ്റീരിയൽ the hammer is made? Hammer is made up of which material? സംശയമൊന്നുമില്ല. ഡ്രോപ്പ് ഫോർജഡ്. ഓപ്ഷൻ എ തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഡ്രോപ്പ് ഫോർജഡ് സ്റ്റീൽ ആണ് നമ്മൾ ഹാമർ നിർമ്മിക്കുന്നുണ്ടാവുക. മറ്റു ചോദ്യം, ദ മിഡിൽ പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് ഈസ് കോൾഡ്. പെട്ടെന്ന് പറഞ്ഞേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ചീക്കാണ്. ചീക്കുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുള്ളത് ഈ പറഞ്ഞ മിഡിൽ പോർഷൻ തന്നെയാണ് ഹാർഡൻ ചെയ്യാത്തുള്ള ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഹാമറിന്റെ ഹെഡിനകത്ത് ഹാർഡൻ ചെയ്യാതിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീക്കാണ്.
നമ്മുടെ അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ സ്റ്റാമ്പ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീക്കിലാണ്. അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചേഴ്സിന്റെ ഒക്കെ എംബ്ലം അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ പ്രിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ പഞ്ച് ചെയ്യുന്നതൊക്കെ അവിടെ ചീക്കിലാണെന്ന് ഓർത്തിരിക്കാം. ഫേസസ് അതുപോലെ തന്നെ പീന്, ഐഹോൾ ഇത്തരത്തിലൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളാണ്. ഈ പറഞ്ഞ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്ട്രൈക്ക് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നുണ്ടാവുക. പീൻ അതിന്റെ പുറകെയുള്ള പോർഷനാണ് ഫേസിന്റെ ഓപ്പോസിറ്റ് അടിക്കുന്ന പോർഷനാണ് പീൻ എന്ന് പറയുന്നത്. ഐഹോളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. സോ പ്രധാനപ്പെട്ട പാർട്ടുകൾ അതൊക്കെയാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാമർ ഈസ് എ ഹെവി ഫോർജിംഗ് വർക്ക്? ഹെവി ഫോർജിംഗ് വർക്കുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെവി ഫോർജിംഗ്. സംശയമൊന്നും വേണ്ട, സ്ലെഡ്ജ് ഹാമർ ആണ്. സ്ലെഡ്ജ് ഹാമറെ കുറിച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ നോർമലി വേരീസ് ബിറ്റ്വീൻ. ശ്രദ്ധിക്കുക, വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ നോർമലി വേരീസ് 0.5 to 1 kg, 1 to 2 kg to 1 to 2. Yes, റൈറ്റ് ആൻസർ ആണ്. നമ്മുടെ പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട് 1 to 2 kg എന്നുള്ളത് ഓർത്തിരിക്കാം. സോ സ്മിത്ത് ഹാൻഡ് ഹാമർ, നമ്മൾ സാധാരണ സ്മിത്തിൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഹാമർ നോർമലി അതിന്റെ ഒരു വെയിറ്റ് വേരി ചെയ്യുന്നത് 1 to 2 kg ആണെന്നുള്ളത് ഓർത്തിരിക്കാം. 1 to 2 kg ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ ഹാൻഡ് ഹാമർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഹാൻഡ് ഹാമർ ഇത്തരത്തിൽ ഇങ്ങനെ ഇരിക്കും. സ്മിത്ത് ഹാൻഡ് ഹാമർ ഈസ് എ സ്മോൾ സൈസ്ഡ് ഹാമർ യൂസ്ഡ് ബൈ സ്മിത്ത് ഹിംസെൽഫ്. ആള് തന്നെ, അത് മറ്റ് സാധാരണഗതിയിൽ ഈ സ്ലെഡ്ജ് ഹാമർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരാളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് നമുക്ക് തന്നെ ഒരാൾക്ക് തന്നെ നമുക്ക് മറ്റാരുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ഹാമർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത്തരത്തിലുള്ള ഹാമർ എന്ന് പറയുന്നത്, ഹാൻഡ് ഹാമർ എന്ന് പറയുന്നത്. സ്മിത്ത് ഹാമർ ഈസ് യൂഷ്വലി എ ബോൾ പീൻ ഹാമർ ഓർ സ്ട്രൈറ്റ് പീൻ സ്ലെഡ്ജ് ടൈപ്പ് ഹാമർ ഓഫ് റിലേറ്റീവ്ലി സ്മോൾ സൈസ്. ഇത്തരത്തിൽ ഒന്നെങ്കിൽ ബോൾ പീൻ ആവാം അല്ലെങ്കിൽ സ്ട്രൈറ്റ് പീൻ ആയിട്ടുള്ള സ്ലെഡ്ജ് ടൈപ്പ് നമ്മൾ എന്താണ് ഇത്തരത്തിൽ സ്മോൾ സൈസ് ചെറിയ സൈസിലുള്ള സ്ലെഡ്ജ് ടൈപ്പോ അല്ലെങ്കിൽ ബോൾ പീൻ ടൈപ്പോ സ്ട്രൈറ്റ് ഹാമർ ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട് എന്ന് ഓർത്തിരുന്നാൽ മതി. വെയിറ്റ് നോർമലി 1 to 2 kg ആണ് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ഹാൻഡ് ഹാമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സെറ്റ് ഹാമർ ആർ മെയ്ഡ് അപ്പ് ഓഫ്. സെറ്റ് ഹാമേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 0.8% കാർബൺ കാസ്റ്റ് അയൺ, 2.8% carbon cast iron, 0.8% carbon steel, 2.8% carbon steel. സി അല്ലേ? സംശയമൊന്നും വേണ്ട, സി തന്നെയാണ്. 0.8% കാർബൺ സ്റ്റീൽ തന്നെയാണ്. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2 മുകളിൽ പോകണം. അപ്പൊ കാസ്റ്റ് അയൺ ഇവിടെ 0.8% കാർബൺ കാസ്റ്റ് അയൺ ഒരിക്കലും ആവില്ല. അതുപോലെ തന്നെ എന്താണ് 2.8 മുകളിലേക്ക് സ്റ്റീലും പോവില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ടും 0.8% കാർബൺ സ്റ്റീലാണ്. നമ്മൾ സ്റ്റീൽ തന്നെയാണ് നിർമ്മിക്കുന്നുണ്ടാവുക ഹാമേഴ്സ്, സെറ്റ് ഹാമേഴ്സ്. സോ 0.8% കാർബൺ സ്റ്റീലാണ്. കാസ്റ്റ് അയൺ ഒക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, കാർബൺ സ്റ്റീൽ കൊണ്ടാണ് 0.8% കാർബൺ സ്റ്റീലാണ് നമ്മുടെ സെറ്റ് ഹാമർ നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പത്രത്തിലുള്ള സെറ്റ് ഹാമേഴ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മെയ്ഡ് അപ്പ് ഓഫ് 0.8% കാർബൺ സ്റ്റീൽ ആണ്. യൂസ്ഡ് ഫോർ സെറ്റ് ഡൗൺ അറ്റ് റൈറ്റ് ആംഗിൾസ്. പ്രധാനപ്പെട്ട അതിന്റെ ആപ്ലിക്കേഷൻ ഷോൾഡറിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നു. സോ സെറ്റ് ഹാമേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഷോൾഡറിംഗ് പർപ്പസ്. അതായത് ഇത്തരത്തിൽ ഒരു 90 ഡിഗ്രി ആയിട്ടുള്ള സർഫസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് ആംഗിൾസിൽ നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കാം. വുഡൻ ഓർ സ്റ്റീൽ വയേർഡ് ഹാൻഡിൽസ് ആർ പ്രൊവൈഡ് ഫോർ ഹോൾഡിംഗ് ദ സെറ്റ് ഹാമേഴ്സ്. അതായത് വുഡനോ അല്ലെങ്കിൽ സ്റ്റീൽ വയേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ അതാണ് സെറ്റ് ഹാമറുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യം, സ്വേജസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ, ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ. സ്വേജസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, ആലോചിച്ച് നോക്കി. കാസ്റ്റ് അയൺ ആണോ സ്വേജ്? നമ്മൾ ടൂളുകളൊക്കെ നമ്മൾ സാധാരണ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിക്കാറുണ്ടോ? ആലോചിച്ച് നോക്കി. സ്റ്റീലായിരിക്കും സംഗതി എന്തായാലും. ഹൈ കാർബൺ ആണോ, ലോ കാർബൺ ആണോ, മൈൽഡ് സ്റ്റീൽ ആണോ? ലോ കാർബൺ. ഓക്കെ, ശ്രദ്ധിക്കുക, ഹാർഡ് ആയിരിക്കണം നമുക്ക് അത്യാവശ്യം നമ്മുടെ ടൂൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. സ്വേജസ് ആർ അവൈലബിൾ ഇൻ പെയേഴ്സ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം സ്വേജസ്. ഇത്തരത്തിൽ ടോപ്പ് സ്വേജ് ഉണ്ട്, ബോട്ടം സ്വേജ് ഉണ്ട് അല്ലെ. അപ്പൊ സ്വേജിനുള്ളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മൾ ഹാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഷേപ്പിലേക്ക് ക്രോസ് സെക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വേജ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സ്വേജസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ടോപ്പ് സ്വേജും ഉണ്ട്, ബോട്ടം സ്വേജും ഉണ്ട്. അപ്പോൾ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ടു റൗണ്ട് ഹെക്സഗൺ ഓർ സിമിലർ ഷേപ്പ്. അവസാനം നമ്മൾ ഏകദേശം നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിലുള്ള ആ ഒരു ഷേപ്പിലേക്കൊക്കെ ഏകദേശം എത്തിച്ചതിന് ശേഷം ഫൈനൽ കൃത്യമായിട്ടുള്ള ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള സ്വേജസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പ്രിംഗ് സ്വേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക്
ടോപ്പ് ആൻഡ് ബോട്ടം ടൂൾസ് ജോയിൻഡ് ബൈ എ സ്ട്രിപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ. ഇത്തരത്തിൽ സ്പ്രിംഗ് സ്റ്റീലിന്റെ സഹായത്തോടുകൂടി രണ്ടും ചേർത്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സ്പ്രിംഗ് സ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റേത് മറ്റൊരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും. ഇത്തരത്തിൽ എന്താണ് ഒരാൾ നമുക്ക് പിടിച്ചു തരേണ്ടതായിട്ട് വരും. ഓക്കെ, ബാക്കി നമുക്ക് എന്താണ് സ്ട്രൈക്ക് ചെയ്യാൻ മറ്റൊരാൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ആ ഒരു സാധാരണഗതിയിലുള്ള സ്വേജ്. സ്പ്രിംഗ് സ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒറ്റയ്ക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രീതിയിൽ ഹാൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ബേസിക് കോൺസെപ്റ്റ്. സോ സ്പ്രിംഗ് സ്വേജസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വേജുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക, ഹൈ കാർബൺ സ്റ്റീൽ ആണ് മെറ്റീരിയൽ കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഫോർജ് ടൂൾ ഈസ് യൂസ്ഡ് ടു ലോക്കലൈസ് ഹീറ്റ് ആൻഡ് കീപ് ടു കോൺസെൻട്രേറ്റ് ദ മിഡിൽ ഓഫ് ദ ഹെർത്ത്. ആ ഹെർത്തിന്റെ ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് കൃത്യമായിട്ട് ഹീറ്റിനെ ലോക്കലൈസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാരാണ്? വിച്ച് ഫോർജിങ് ടൂൾ? സ്പ്രിംഗ്ലർ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് സ്പ്രിംഗ്ലർ ആണ് അല്ലെ. സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത്തരത്തിലുള്ള എന്താണ് ഒരു നെറ്റ് അല്ലെങ്കിൽ കുറെ ഹോൾസുകളോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. അതിനകത്തേക്ക് വെള്ളം നമുക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പർട്ടിക്കുലർ ഹീറ്റ് കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. സോ യൂസ്ഡ് ടു ലോക്കലൈസ് ദ ഹീറ്റ്, ദ ഔട്ടർ റിംഗ് ഓഫ് ദ ഫയർ ഈസ് കെപ്റ്റ് വെറ്റ് so that the heat is concentrated in the middle of the hearth. ഇത്തരത്തിൽ ഔട്ടർ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, തണുപ്പിച്ചുകൊണ്ട് അല്ലെ വെറ്റാക്കിക്കൊണ്ട് ആ ഒരു ഹീറ്റിനെ എങ്ങോട്ട് മാത്രം ആ ഒരു സെന്ററിലേക്ക് നമുക്ക് വേണ്ടുന്ന എവിടാണോ ആ ഒരു പോർഷനിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് സ്പ്രിംഗ്ലേഴ്സ് എന്ന് പറയുന്നത്. സോ മറ്റൊരു ടൂളാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ബക്ലിംഗ് occurs when the length of the stock exceed dash times the diameter. അതായത് നമ്മൾ ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബക്ലിംഗ് ഒക്കേഴ്സ് അല്ലെ. ഇത്തരത്തിൽ നമ്മുടെ ഒരു വർക്ക് എന്താണ്, ഇത്തരത്തിൽ ബക്കിൾ ചെയ്ത് പോകാറുണ്ട് സാധാരണ അല്ലെ. അപ്പൊ ബക്ലിംഗ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്നുള്ളതാണ് ചോദ്യം. ബക്ലിംഗ് ഒക്കേഴ്സ് when the length of the stock exceed dash times the diameter. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ് 2.5 to 2.5 ടൈംസ് ദ ഡയമീറ്റർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഈ പറഞ്ഞ അപ്സെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സോ ബക്ലിംഗ് ഓഫ് സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ അതിന്റെ ആ ഒരു ഡിഫക്റ്റ്, അതായത് ഫോർജിങ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലെങ്കിൽ ബെൻഡിങ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് ബക്ലിംഗ് ഒക്കെ പഠിക്കാറുണ്ട്. സോ ഇവിടെ നോക്കി, എക്സീഡ്സ് 2 to 2.5 ഡയമീറ്റേഴ്സ് എന്താണ് ഇത്തരത്തിലുള്ള ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഈസ് നോട്ട് ടേൺഡ് റൗണ്ട് ഇറ്റ്സ് ആക്സിസ് ഡ്യൂറിംഗ് അപ്സെറ്റിംഗ്. കൃത്യമായിട്ട് അപ്സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റോക്ക് ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, അത് കൃത്യമായിട്ട് എന്താണ് ഈ പറഞ്ഞ ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റോക്ക് സ്ട്രക്ക് അറ്റ് എഡ്ജ്, കൃത്യമായിട്ട് ആ ഒരു എഡ്ജിലൊക്കെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബക്ലിംഗ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ സെന്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കാം. സൈഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഹീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ എന്താണ് ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്സെറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ് വിത്തൗട്ട് സ്ട്രൈറ്റനിങ് the stock after it began to buckle. ഇത്തരത്തിൽ കൃത്യമായിട്ട് സ്ട്രൈറ്റൻ ചെയ്തതിന് ശേഷം അല്ല വീണ്ടും നമ്മുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പറയുന്ന ബക്ലിംഗ് ഉണ്ടാവാനുള്ള, ഒരു സ്റ്റോക്കിൽ ബക്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇത്തരത്തിലാണ് അവർ പറയുന്നത്. സോ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 2 to 2.5 ടൈംസിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. സോ ലെങ്ത് എക്സീഡ്സ് 2 to 2.5 times of its diameter, it leads to buckling. ബക്ലിംഗിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഫോർ യൂണിഫോം ബേണിംഗ് ദ ഫ്യൂൽ യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് ടൂൾ സ്റ്റീല് ചൂടാക്കുന്ന സമയത്ത് യൂണിഫോം ആയിട്ടുള്ള ബേണിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ഫ്യൂൽ യൂസ് ചെയ്യണം? ഓപ്ഷൻ എ കോൾ, ഓപ്ഷൻ ബി ചാർക്കോൾ, ഓപ്ഷൻ ഡി പ്രൊഡ്യൂസർ ഗ്യാസ്, ഓപ്ഷൻ ഡി ഓയിൽ. ഏതായിരിക്കും? ഓപ്ഷൻ സി പ്രൊഡ്യൂസർ ഗ്യാസ് അല്ലെ. പ്രൊഡ്യൂസർ ഗ്യാസ് ഓപ്ഷൻ ബി ചാർക്കോൾ ആണ് നമ്മൾ ഉത്തരം വരിക കേട്ടോ. പ്രൊഡ്യൂസർ ഗ്യാസ് അല്ല, ചാർക്കോൾ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പം ഇത്തരത്തില് സിൻ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് അതൊന്നും അല്ല നമ്മുടെ ഉത്തരം വരിക. സോ ഇവിടെ വരിക ചാർക്കോൾ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ചാർക്കോൾ ആണ് ഉത്തരം വരിക കേട്ടോ. സോ ഫോർ ഹീറ്റിംഗ് ടൂൾ സ്റ്റീൽ ചാർക്കോൾ ഈസ് പ്രിഫേർഡ്. എന്തുകൊണ്ടാണ്? യൂണിഫോം ബേണിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ചാർക്കോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓർത്തിരിക്കാം. സോ 4Gനകത്ത് പല ഫ്യൂൽസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള എന്താണ് പെട്രോളിയം ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ഓയിൽ, കോള്, ചാർക്കോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഹാൻഡ് ഫോർജിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കോള്, ചാർക്കോൾ വിത്ത് ലോ സൾഫർ കണ്ടന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സ്റ്റീം കോൾഡ് ലോ സൾഫർ കണ്ടന്റ് ആണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ചാർക്കോൾ പ്രിഫർ ചെയ്യുന്നു ടൂൾ സ്റ്റീലിൽ. എന്തുകൊണ്ടാണ്? യൂണിഫോം ബേണിംഗ് ആണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് കൂടി എടുത്ത് അവർ പറയുന്നുണ്ട്. സോ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം. സോ ഇത്രയാണ് നമുക്ക് മാക്സിമം നമുക്ക് ആ ഒരു ഫോർജിങ്ങിൽ നിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക് മോഡ്യൂൾ ഓക്കെ അല്ലേ? നമുക്ക് 10 മാർക്സ് നമുക്ക് കിട്ടില്ലേ? വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും സാർ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത മൊഡ്യൂൾ നാളെ എടുക്കാമല്ലോ സാറേ അല്ലേ? നാളെ 8 മണിക്ക് ഫിക്സ് ചെയ്താലോ? ഫിക്സ് ചെയ്യാം. നാളെ നമുക്ക് ബാക്കി. ഓക്കെ.
Okay. എയ്ത്ത് മൊഡ്യൂൾ നമുക്ക് നാളെ ഫിക്സ് ചെയ്യാം. നമ്മുടെ കോഴ്സിൽ ഇതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും. റെക്കോർഡിങ്സും എന്റെ നോട്ട്സും കോഴ്സിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. Thank you. താങ്ക് യു സാർ.